ഇന്ന് നെറ്റ് കണക്ഷന് വേണ്ടിയിട്ട് കുറച്ച് സ്ലോ ആയി നെറ്റ് കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ശരിയായത്. बाबा कहते बेटे बच्चे किसी भी प्रकार की हवज तुम बच्चों को नहीं रखनी है, किसी से भी कुछ मांगना नहीं है, क्योंकि तुम दादा के बच्चे देने वाले हो. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഒരു പ്രകാരത്തിലുള്ള അത്യാഗ്രഹവും നിങ്ങൾ കുട്ടികൾ പുലർത്താൻ പാടില്ല. യാതൊരു പ്രകാരത്തിലുള്ള അത്യാഗ്രഹവും നമ്മൾ കുട്ടികളിൽ ഉണ്ടാകാൻ പാടില്ല. കിസി സേ ഭി കുച്ച് മാംഗന നഹി ഹൈ, ആരോടും ഒന്നും ചോദിക്കരുത്. ക്യോങ്കി തും ദാദാ കെ ബच्चे ദേനെ വാലെ ഹോ, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ദാദാവിന്റെ കുട്ടികൾ നൽകുന്നവരാണ്. അപ്പൊ ബാബ പറഞ്ഞു, മധുരമായ കുട്ടികളെ, യാതൊരു പ്രകാരത്തിലുള്ള അത്യാഗ്രഹവും നമ്മൾ കുട്ടികളിൽ വെച്ച് പുലർത്താൻ പാടില്ല. ആരോടും ഒന്നും ചോദിക്കരുത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ദാദാവിന്റെ കുട്ടികൾ നൽകുന്നവരാണ്. ചോദ്യം, തും ഗോഡ്ലി സ്റ്റുഡന്റ് ഹോ, തുമാരെ ലക്ഷ്യ ക്യാ ഹൈ ക്യാ നഹി. നിങ്ങൾ ഈശ്വരീയ വിദ്യാർത്ഥികളാണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, എന്തല്ല. എന്താണ് നമ്മുടെ ലക്ഷ്യം, എന്താണ് നമ്മുടെ ലക്ഷ്യമല്ലാത്തത്? നമ്മൾ ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്താണ് നമ്മുടെ ലക്ഷ്യമല്ലാത്തത്? നമ്മുടെ ലക്ഷ്യമല്ലേ? നമ്മുടെ ലക്ഷ്യമാണല്ലോ. ലക്ഷ്മി നാരായണ പഠിക്കുക. ഇപ്പൊ ബാബ പറയാണ്, തുമാരെ ലക്ഷ്യ ബാപ് ദ്വാര ജോ നോളേജ് മിൽ രഹി ഹൈ ഉസെ ധാരൺ കർണ പാസ് വിത്ത് ഓണർ ബന്ന. നമ്മുടെ ലക്ഷ്യമാണ്, ബാബയിലൂടെ ഈ ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ധാരണ ചെയ്യണം. നമ്മുടെ ലക്ഷ്യമാണ്, ബാബയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനം ധാരണ ചെയ്യണം, പാസ് വിത്ത് ഓണർ ആകണം. ബാക്കി ലക്ഷ്യമല്ലാത്തത് എന്താണ്? ബാബ പറയാണ്, ലക്ഷ്യമല്ലാത്തത് എനിക്കിത് വേണം, അത് വേണം, ये चाहिए वो चाहिए, ये इच्छाएं रखना तुम्हारे लक्ष्य नहीं है. എനിക്ക് ഇത് വേണം, അത് വേണം, ഈ ആശകൾ പുലർത്തുന്നത് നിങ്ങളുടെ ലക്ഷ്യമേ അല്ല. എനിക്കിത് വേണം, അത് വേണം എന്നുള്ള ഇച്ഛകൾ പുലർത്തുന്നത് കുട്ടികളുടെ ലക്ഷ്യമേ അല്ല. തും കിസി ഭി മനുഷ്യ ആത്മാനെ ലേൻദേൻ കർക്കെ ഹിസാബ് കിതാബ് നഹി ബനാവൂ. നിങ്ങൾ ഒരു മനുഷ്യ ആത്മാവുമായി കൊടുക്കലും വാങ്ങലും നടത്തി കർമ്മ കണക്കുകൾ ഉണ്ടാക്കാതിരിക്കൂ. നിങ്ങൾ ഒരു മനുഷ്യാത്മാവുമായി കൊടുക്കലും വാങ്ങലും ചെയ്ത് കർമ്മ കണക്കുകൾ നിർമ്മിക്കാതിരിക്കൂ. ബാബയുടെ ബാക്കി യാദമേരക കർമാദിത് ബന്നേക്ക പുരുഷാരത് കരൂ. ബാബയുടെ ഓർമ്മയിലിരുന്ന്
കർമാതീതമാകുവാനുള്ള പുരുഷാർത്ഥം ചെയ്തു. ഗീതം ബച്ചപ്പന് കേദിൻ പുലാനതേന. ഈശ്വരീയ കുട്ടിക്കാലത്തിന്റെ നാളുകൾ മറക്കരുത്. ഓം ശാന്തി. बच्चे जानते हैं कि ये है रूहानी बाप और बच्चों का संबंध. ഇവിടെ കുട്ടികൾക്ക് അറിയാം ഇത് ആത്മീയ അച്ഛന്റെയും കുട്ടികളുടെയും സംബന്ധമാണ്. റുഹാനി ബാപ്പ് അബ് ബൈഠേ ഹേ और बच्चे भी बैठे हैं. ഇവിടെ ആത്മീയ അച്ഛനിരിപ്പുണ്ട്, ഒപ്പം കുട്ടികളും ഇരിപ്പുണ്ട്. സന്യാസി ആദി होंगे अपने आश्रम से कहाँ जाएंगे तो कहेंगे फलाना सन्यासी फलानी जगह रहने वाला है. ബാബ പറയാണ് സന്യാസികളൊക്കെ ഉണ്ട്, അവര് അവരുടെ ആശ്രമത്തിൽ നിന്നും എവിടേക്കാണ് പോകുക അല്ലെ? പറയും ഇന്ന സന്യാസി ഇന്ന സ്ഥലത്ത് ഇന്ന ആശ്രമത്തിൽ വസിക്കുന്നു. ഗീതാശാസ്ത്ര ആദി സുനാത്തേഹേ, എന്നിട്ട് ഗീതാശാസ്ത്രങ്ങളെല്ലാം കേൾപ്പിക്കുന്നു. ഏ കൊയി നയി ബാത് നഹി, ഇതൊന്നും പുതിയ കാര്യമല്ല. ഈശ്വർ സർവ്യാപി കഹനെ സെ സാരാ ജ്ഞാൻ ഹി ഖതം ഹോ ജാതാ ഹൈ. ഈശ്വരൻ സർവ്യാപിയാണ് എന്ന് പറയുന്നതിലൂടെ മുഴുവൻ ജ്ഞാനവും സമാപ്തമാകും. അപ്പൊ യേ തോ ഹേ റൂഹാനി ബാപ്പ് ജിസ്കോ സബ് റൂഹിനെ യാദ് കർത്തി ഹേ. ഈ ആത്മീയ അച്ഛനെ എല്ലാ ആത്മാക്കളും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. റൂഹയെ കർത്തി ഹേ ഓ പരംപിത പരമാത്മാ. ആത്മാവാണ് വിളിക്കുന്നത്. ഓ പരംപിത പരമാത്മാ എന്ന് ആത്മാവാണ് വിളിക്കുന്നത്. जब दुख होता है तो लौकिक को कुछ नहीं कहेंगे, बेहद का बाप को ही याद करें. എപ്പോഴാണോ ദുഃഖം ഉണ്ടാകുന്നത് അപ്പോൾ तो लौकिक को कुछ नहीं कहेंगे, बेहद के बाप को ही याद करें. സന്യാസി होंगे तो ब्रह्म महत तत्व को याद करेंगे. അപ്പൊ ദുഃഖം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഈശ്വരനെ ഓർമ്മിക്കുകയാണ്. തന്റെ ലൗകികത്തെയോ ഒന്നും അവരൊന്നും പറയുന്നില്ല. പകരം അവരെപ്പോഴും പരിധികളില്ലാത്ത അച്ഛനെയാണ് ഓർമ്മിക്കുന്നത് അല്ലെ? ദുഃഖങ്ങളിൽ നിന്ന് കരകയറാനായിട്ട് പരിധികളില്ലാത്ത അച്ഛനെ ഓർമ്മിക്കുന്നു. അപ്പൊ ബാബ പറയാണ് അല്ലെ, സന്യാസികളും ബ്രഹ്മമഹതത്വത്തെ ഓർമ്മിക്കും. ഓ ഹേ ഹി ബ്രഹ്മജ്ഞാനി അല്ലെ, സന്യാസികൾ ആരാണ്? ബ്രഹ്മജ്ഞാനികളാണ്. ബാപ്പുഹി യാദ് നഹി കർത്തെ ശിവോഹം കർത്തെ ഹേ മേ ആത്മാസോ പരമാത്മാ ഹും അല്ലെ. ബാബ പറയാണ് അല്ലെ, ബാബയെ മാത്രമല്ല ഓർമ്മിക്കുന്നത്, അവര് സ്വയം എന്താ വിളിക്കുന്നത്? ശിവോഹം എന്ന് വിളിക്കുന്നു അല്ലെ. ഞാൻ ആത്മാവ് തന്നെ പരമാത്മാവാണെന്ന് പറയുന്നു. സന്യാസികള് ബ്രഹ്മമഹതത്വത്തെ ഓർമ്മിക്കുന്നു അല്ലെ. ബ്രഹ്മമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞവര് ഓർമ്മിക്കുകയാണ്. പക്ഷെ ബാബ പറയാണ് അല്ലെ, അവര് ശിവബാബയെ ഓർമ്മിക്കുകയല്ല, ശിവബാബയെ മാത്രം ഓർമ്മിക്കുകയല്ല, സ്വയം ശിവോഹം ശിവോഹം എന്ന് പറയാണ്. അതായത് ഞാൻ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നു. ഫിർ ബ്രഹ്മ അഥവാ തത്വത്തോ രേനേക്ക സ്ഥാനഹേ. പിന്നെ ബ്രഹ്മം അഥവാ തത്വം എന്ന് പറയുന്നത് നിവസിക്കുന്ന സ്ഥാനമാണ്. ഈ ബാധ്യം ബിൽക്കുൽ നഹി. ബാബ പറയാണ് ഈ കാര്യങ്ങൾ പൂർണ്ണമായും പുതിയതാണ്. ഈ ജ്ഞാൻ പ്രായലോപ് ഹോ ജാത്താ ഹേ. ഈ ജ്ഞാനം മറഞ്ഞു പോകുന്നതാണ്. तो जो शास्त्र है उसमें मेरा ज्ञान नहीं है. ഇവിടെ ബാബ പറയാണ് അല്ലെ, അതായത് ഈ ജ്ഞാനം മറഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഏതെല്ലാം ശാസ്ത്രങ്ങളുണ്ടോ അതിലൊന്നും എന്റേതായ ജ്ഞാനമില്ല, പരമാത്മാവ് നൽകുന്ന ജ്ഞാനം. ബാബ പറയണ എന്റെ ജ്ഞാനം ശാസ്ത്രങ്ങളിൽ ഒന്നും തന്നെ ഇല്ല. मेरा ज्ञान न होने के कारण तुम जब किसको समझाते हो तो कहते हो ये नई बात है അല്ലെ. ബാബ പറയാണ് നോക്ക്, ബാബ നൽകുന്ന ജ്ഞാനമാണ് അല്ലെ. അപ്പൊ ശാസ്ത്രങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരിക്കലും ബാബ നൽകുന്ന ജ്ഞാനമല്ല. അത് കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്കത് പുതിയതായിട്ട് തോന്നും അല്ലെ. ശാസ്ത്രങ്ങള് അല്ലെങ്കിൽ എന്താണ് വേദങ്ങളും ഉപനിഷത്തുക്കളിലും ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന ഈ ജ്ഞാനം തികച്ചും പുതിയതാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നു. നിരാകാർ പരമാത്മാ ജ്ഞാൻ ദേത്തെ ഹേ तो ये उनकी बुद्धि में नहीं आता. ശരിക്കും നിരാകാരിയായ പരമാത്മാവാണ് ഈ ജ്ഞാനം നൽകുന്നത്. പക്ഷെ അവരുടെ ബുദ്ധിയില് ഇതൊന്നും വരുന്നില്ല. तो वो तो समझते कृष्णा ने ज्ञान सुनाया. ഗീതാശാസ്ത്രം കേൾപ്പിച്ചത്
കൃഷ്ണനാണ് എന്നാണ് അവര് മനസ്സിലാക്കുന്നത്. അപ്പൊ ബാബ പറയാണ് മനുഷ്യര് മനസ്സിലാക്കുന്നത് അതാണ്. ഗീതാജ്ഞാനം അല്ലെ കൃഷ്ണനാണ് കേൾപ്പിച്ചത്. അവരാകെ അവരോട് ശിവനാണ് എന്ന് പറഞ്ഞാൽ അവര് കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. ബാബ് തോ ഏകേക ബാത് സിദ്ധ കർക്കെ ബത്ലാത്തെ ഹെ. ഇവിടെ ബാബ ഓരോരോ കാര്യങ്ങൾ തെളിയിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. तो भक्ति मार्ग में तुम सब याद करते हो, तो भक्त तो सब भगत है. ഭക്തി മാർഗത്തില് എല്ലാവരും ഭഗവാനെ ഓർമ്മിക്കുകയാണ്. ഭക്തരെല്ലാവരും ഭക്തർ മാത്രമാണ്. ഭഗവാൻ തോ ഏക് ഹോനാ ചാഹിയെ. പക്ഷെ ഭഗവാൻ തീർച്ചയായിട്ടും ഒന്നേ ഉണ്ടാവുകയുള്ളൂ അല്ലെ. ഭക്തര് ധാരാളം ഉണ്ടാകാം, പക്ഷെ ഭഗവാൻ ഒന്നേ ഉള്ളൂ. പരന്തു ജ്ഞാൻ നഹി രഹതാ कि ये क्या करके गए हैं. അല്ലെ, പക്ഷെ ആരുടെയും പക്കൽ ജ്ഞാനമില്ല അല്ലെ. ഭഗവാൻ ഈ സൃഷ്ടിയിൽ വന്ന് എപ്രകാരമുള്ള കർത്തവ്യമാണ് ചെയ്തിട്ട് പോയത് എന്ന് ആർക്കും അറിയില്ല. കബ്ബായത് എനിക്ക് ജാനത്തെ. എപ്പോഴാണ് ഭഗവാൻ ഇവിടേക്ക് വന്നത്, ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്തത് അല്ലെ, ഭഗവാന്റെ കർത്തവ്യം എന്തായിരുന്നു, ഒന്നും അറിഞ്ഞുകൂടാ. തോ പരന്തു വോ ഹേ സദോ പ്രധാൻ ഭക്തി. ബാബ പറയാണ് നോക്ക് അല്ലെ, ദ്വാപര യുഗത്തില് സദോ പ്രധാനമായ ഭക്തിയാണ്. പൂജ ഉസ്കി ഹോത്തി ഹെ ജിസ്സെ സുഖം മിൽത്താ ഹെ. ഒരേ ഒരു പരമാത്മാവിനെ മാത്രമാണ് ദ്വാപരയുഗത്തിന്റെ ആദ്യത്തിൽ പൂജിച്ചത് അല്ലെ. എന്തുകൊണ്ടാണ്? ആ പരമാത്മാവിൽ നിന്നാണ് നിങ്ങൾക്ക് സുഖം ലഭിക്കുന്നത് അല്ലെ, പൂജ അല്ലെ. അത്രയും ഭഗവാന്റെ അടുക്കൽ നിന്ന് സുഖം ലഭിച്ചതുകൊണ്ടാണ് ഭഗവാനെ പൂജിക്കുന്നത്. ലക്ഷ്മി നാരായൺ കെ രാജ്യമേവി അപാർ സുഖത. ലക്ഷ്മി നാരായണന്റെ രാജ്യത്തിലും അപാരമായ സുഖമുണ്ടായിരുന്നു. ഓ സ്വർഗക്കെ ദേവതായ ദേ. ബാബ പറയാണ് ലക്ഷ്മി നാരായണൻ ആരായിരുന്നു? സ്വർഗത്തിലെ ദേവതകളായിരുന്നു. ലക്ഷ്മി നാരായൺ കോ സത്യുക പേല പേല മഹാരാജ മഹാറാണി മാൻതെ ഹി. ലക്ഷ്മി നാരായണനെ സ്വർഗത്തിലെ സത്യുഗത്തിലെ ഏറ്റവും ആദ്യത്തെ മഹാരാജാവും മഹാറാണിയുമാണെന്നാണ് അംഗീകരിക്കുന്നത്. പരന്തു സത്യുക്ക് ആയു നഹി ജാനത്തെ. പക്ഷെ സത്യുഗത്തിന്റെ ആയുസ് എത്രയുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. ബാപ്പ് അല്ലെ, അവർക്കതൊന്നും അറിയില്ല. സത്യുഗത്തിലെ മഹാരാജനും വിശ്വമഹാരാജനും വിശ്വമഹാറാണിക്ക് അത് അറിയാമോ? അറിയില്ല. അവർക്ക് സൃഷ്ടിയുടെ ആദ്യം മധ്യ അന്ത്യത്തിന്റെ രഹസ്യം അറിയില്ല. ബാപ്പ് ഹരേക്ക് ബാത്ത് ബച്ചും കുഹി സംജാത്തെ. സൃഷ്ടിയുടെ മുഴുവൻ ജ്ഞാനവും രഹസ്യങ്ങളും ബാബ കുട്ടികൾക്ക് മാത്രമാണ് മനസ്സിലാക്കി തരുന്നത്. തോ ബച്ചേ ഹി ബ്രാഹ്മൺ ബനേഗെ. കാരണം ബാബയുടെ കുട്ടികളാണ് ബ്രാഹ്മണരായിട്ട് മാറുന്നത്. നയി രചനാഹനാണ്, കാരണം ബാബയുടെ പുതിയ രചനയാണ്. തും സബുക്കോ സംജാ സക്തി ഹോ कि परमपिता परमात्मा प्रजापिता ब्रह्म द्वारा नई സൃഷ്ടി രചിതേ ഹെ. അല്ലെ, നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കും. പരമപിത പരമാത്മാവ് അല്ലെ പ്രജാപിത ബ്രഹ്മാവിലൂടെ പുതിയ സൃഷ്ടിയെ രചിക്കുകയാണ്. ഏതോ സബ് സമസ്തേ ഹെ. ഇത് എല്ലാ കുട്ടികളും മനസ്സിലാക്കിയിട്ടുണ്ട്. നഹീതോ പ്രജാപിത ക്യോ കഹത്തെ ഹെ. ഇല്ലെങ്കിൽ പ്രജാപിത എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? तो ये बातें तुम बच्चे ही जानते हो. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കുട്ടികൾക്ക് മാത്രമാണ് അറിയുന്നത്. ദൂസരെ कोई नहीं जानते. മറ്റാർക്കും ഒന്നും അറിയില്ല. तो उनको ये नई नई बातें समझ में नहीं आती. ബാബ പറയാണ് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെ, തികച്ചും പുതിയ കാര്യങ്ങളാണിത്. ഈ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. जब सुनते सुनते पक्के हो जाते हैं तो समझते हैं हम कितना घोर अंधियारे में थे. അല്ലെ, ഈ ജ്ഞാനം അല്ലെ പുതിയ ജ്ഞാനമാണെങ്കിലും കേട്ട് 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 അവര് അതിൽ ഉറയ്ക്കുമ്പോൾ, പക്കായായിട്ട് മാറുമ്പോൾ അവര് മനസ്സിലാക്കുന്നുണ്ട് അല്ലെ ഇവിടെ എത്രമാത്രം ഘോരമായ അന്ധകാരത്തിലായിരുന്നു. ഞാ ഭഗവാൻ കോ ജാനതേ ഞാ ദേവതാവും കോ ജാനതേ. അല്ലെ, ഭഗവാനെയും അറിയില്ലായിരുന്നു, ദേവതകളെയും അറിയില്ലായിരുന്നു. ജോ പാസ്റ്റ് ഹോ ജാത്തെ ഹെ ഉनको ही ഭക്തി की जाती है. ബാബ പറയാണ് ആരാണോ ഈ സൃഷ്ടിയിൽ വന്നു പോയിട്ടുള്ളത് അവരുടെ ഭക്തിയാണ് ചെയ്യുന്നത്. फिर पूछो परमपिता परमात्मा किसकी तुम शिव जयंती मनाते हो. അല്ലെ, അവരോട് ചോദിക്കണം പരമപിത പരമാത്മാവിന്റെ അല്ലെ ജയന്തി നിങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അല്ലെ, ശിവന്റെ ജയന്തി ആഘോഷിക്കുന്നുണ്ട്. എന്താണ് ശിവനുമായിട്ട് നിങ്ങളുടെ സംബന്ധം എന്ന് അവരോട് ചോദിക്കണം. തോ ഏ ക്യാ കർക്കെ ഗയേ ഹെ. ശിവൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്? കുച്ച് ഭി ബത്താ നഹി സക്കേംഗെ. ഭക്തർക്ക് അതിന് മറുപടി നൽകാൻ കഴിയില്ല. കൃഷ്ണ കെ ലിയേ സിർഫ് കഹത്തെ ഹെ മാക്കൻ ചോർ. അല്ലെ, കൃഷ്ണയെ കുറിച്ച് എന്താ പറയുന്നേ? കൃഷ്ണ ആരായിരുന്ന പറയുന്നേ? കൃഷ്ണൻ വെണ്ണ മോഷ്ടിച്ച ആളാണ്.
അല്ലേ? കുട്ടിക്കാലത്ത് ഭയങ്കര വികൃതിയായിരുന്നു അല്ലേ? എല്ലാ ഗോപികമാരുടെ വീട്ടിൽ പോയി എണ്ണ മോഷ്ടിച്ച് കഴിക്കുമായിരുന്നു കൃഷ്ണനും കൂട്ടുകാരും. കിയ ഗ്യാൻ ദിയ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യായിരുന്നു? ഗോപികമാരെല്ലാം പാലും കൊണ്ടുപോകുമ്പോ അവരുടെ പാൽക്കുടം മുടക്കിയിരുന്നു. ഇങ്ങനെ എന്തെല്ലാം വികൃതികളാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ? ഒരുപാട് കൃഷ്ണലീലകൾ പറയുന്നുണ്ട്. കിയ പിന്നെന്താ പറയുന്ന? ഗീതാജ്ഞാനം നൽകി എന്നും പറയുന്നുണ്ട്. ഇതിനാ ഗോട്ടാലാഹി. പക്ഷെ എന്തുമാത്രം അപവാദമാണ് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് കൃഷ്ണനെ കുറിച്ച്. ദാദാ ഏക് ഈശ്വർ ഹി. ദാതാവ് ഒരേ ഒരു ഈശ്വരൻ മാത്രമാണ്. കൃഷ്ണ കെലിയത്തോ ദാദാനേക്ക് കഹേങ്കെ. കൃഷ്ണനെ കുറിച്ച് ഒരിക്കലും ദാതാവെന്ന് പറയില്ല. ഏത്തോ മുജേ ഹുയേ ഹേ. പക്ഷെ ആളുകളാണെങ്കിൽ ആകെ ചിന്താക്കുഴപ്പത്തിലായിരിക്കാണ്. ഏ സബ് ഡ്രാമമേ ന്യൂദ് ഹേ. ബാബ പറയാണ് ഇതെല്ലാം ഈ നാടകത്തിൽ ഫിക്സഡ് ആണ്. ബാബ് കിतनी अच्छी രീതി സംജാത്തെ ഹേ. ബാബ എത്ര നല്ല രീതിയിലാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. നക്ഷൽ മേ തോടി ബാത്തേ മനുഷ്യർക്ക് ബുദ്ധിമേ നഹി ബാഴ്ത്തി. ബാബ വളരെ സാരാംശമായിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നിട്ട് പോലും മനുഷ്യരുടെ ബുദ്ധിയിൽ അത് ഇരിക്കുന്നില്ല. അഗർ ഏകേക്കൊക്കെ 84 ജന്മോं का वृत्तांत बैठ निकाले तो पता नहीं इतना हो जाए. ഓരോരോ ആത്മാവിന്റെയും 84 ജന്മങ്ങളുടെ വൃത്താന്തം അല്ലെ? വൃത്താന്തത്തെ കുറിച്ച് പറയാൻ തുടങ്ങാണ്. അങ്ങനെ ഓരോ ആത്മാക്കളുടെയും 84 ജന്മങ്ങളുടെ വൃത്താന്തം അല്ലെ എടുത്ത് പറയാൻ തുടങ്ങിയാൽ അത് എന്തുമാത്രം ആകുന്നു എന്ന് ആലോചിച്ച് നോക്കി. എത്രമാത്രം പറയേണ്ടിയിരിക്കുന്നു. ബാബ പറയണ്ട ഇതിന്റെ ഒന്നും പുറകെ പോവല്ലേ മക്കളെ. അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം അല്ലെ? ഭക്തി ലൗകികത്തിൽ എന്താണ്? എപ്പോ നോക്കിയാലും ജ്യോതിഷിയുടെ അടുത്ത് പോകും. എന്താണ്? ഭൂതം ഭാവി വർത്തമാനം അറിയാൻ വേണ്ടി. ബാബ എന്താണ്? ലോകത്തിന്റെ തന്നെ ഭൂതം ഭാവി വർത്തമാനം മൊത്തത്തിൽ നമ്മൾ എല്ലാവരുടെയും ഭൂതം ഭാവി വർത്തമാനം ബാബ നമുക്ക് പറഞ്ഞു. പിന്നെ ഓരോരുത്തരുടെയും ബാബ പറയണ ആ ഡീറ്റെയിൽ ആയിട്ട് ബാബ പറയില്ല. അതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു അല്ലെ? നമുക്ക് അറിയാം നമ്മള് സത്യത്തിലെ ദേവതകളായിരുന്നു, ത്രേതായത്തിലെ ക്ഷത്രിയരായിരുന്നു അല്ലെ? ദ്വാപരയുഗത്തിൽ വന്നപ്പോ നമ്മൾ വൈശ്യരായി, നമ്മള് പൂജാരിയായി, നമ്മള് ഭക്തനായി അല്ലെ? പിന്നെ കലിയുഗത്തിൽ വന്നപ്പോഴേക്കും നമ്മൾ ശൂദ്രനായി. അപ്പോ ഇപ്പൊ നമ്മൾ ബ്രാഹ്മണനായിരിക്കാണ്. ഇത്ര അറിഞ്ഞാൽ പോരെ, ഇതിൽ കൂടുതൽ നമ്മൾ എന്തിനാണ് അറിയുന്നത് അല്ലെ? അപ്പൊ ബാബ പറയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അല്ലെ? മനുഷ്യരെന്താണ്? ഒരു പ്രശ്നം വരുമ്പോ, ഒരു പ്രോബ്ലം വരുമ്പോ, എന്തെങ്കിലും ഒന്ന് വരുമ്പോ ഇതെന്താണ്? ഒന്ന് വീണ് കഴിഞ്ഞാൽ ഇതെന്താണ്? അപ്പൊ ജ്യോതിഷി എന്തൊക്കെ പറയുന്നു അതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നേരം ഈശ്വരനെ ഭജിച്ച് ഈശ്വരനെ ഓർമ്മിച്ചിരുന്നെങ്കിലോ അല്ലെ? ഇപ്പൊ ഒന്ന് വീണാലും കുഴപ്പമില്ല, നാളെ വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈശ്വരനെ ഓർമ്മിക്കണം. അപ്പൊ എല്ലാത്തിനുള്ള ഒറ്റമൂലി എന്താണ്? എല്ലാ കണക്കുകളും തീരാനുള്ള ഒറ്റമൂലി ഈശ്വരന്റെ ഓർമ്മയാണ്. അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലെ? ബാബ പറയണം അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ മാമേകം യാത് കരൂ, എന്നെ മാത്രം ഓർമ്മിക്കൂ. തോട വിസ്താർ സെ കബി സംജായ ജാത്താ ഹെ തോ മനുഷ്യോ കാ സംശയം വിട്ട് ജായേ. കുറച്ചെങ്കിലും വിസ്താരത്തോടു കൂടി ബാബ മനസ്സിലാക്കി തരുന്നത് അല്ലെ മനുഷ്യരുടെ സംശയം ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ബാത്തുത്വ തോടിഹി. ബാക്കി ബാബയ്ക്ക് കുട്ടികളോട് പറയാനുള്ള കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, സാരാംശമായിട്ടാണ് പറയുന്നത് അല്ലെ? ബാബയ്ക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണ്? മുജേ യാദ് കരൂ അല്ലെ? എന്നെ ഓർമ്മിക്കൂ. तो जैसे मंत्र देते हैं ईश्वर को याद करो അല്ലെ? മന്ത്രം നൽകുകയാണ് ഈശ്വരനെ ഓർമ്മിക്കൂ. परंतु वो ऐसे नहीं कहेंगे ईश्वर को याद करने से तुम्हारे विघ्न विनाश होंगे അല്ലെ? ബാബ പറയാണ് അവര് ഈശ്വരനെ വിളിക്കുക, ഈശ്വരനെ ഓർമ്മിക്കുക, ഈശ്വര വിചാരം വേണം എന്നൊക്കെ പറഞ്ഞാലും ഈശ്വരനെ ഓർമ്മിച്ചാൽ നിങ്ങളുടെ വികർമ്മങ്ങൾ വിനാശമാകും എന്ന് അവരാരും പറഞ്ഞു തരുന്നില്ല. ഈ സമയം ഹരേക്ക് പർ വികർമ്മോ കാ ബോജ് ബഹുത് ഭാരി ഹൈ. ഈ സമയത്താണെങ്കിൽ ഓരോരുത്തരിലും വികർമ്മങ്ങളുടെ ചുമട് വളരെ ഭാരിച്ചതാണ്. സുകർമ്മ തൊടെ ഹോത്തെ ഹെ, ബാക്കി വികർമ്മത്തോ ജന്മ ജന്മാന്തർ കെ ഹോത്തെ ഹെ. ബാബ പറയുന്ന സത്കർമ്മങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. വികർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായിട്ട് വികർമ്മങ്ങളുടെ ചുമടാണ് അല്ലെ? ബാബ പറയുന്ന വികർമ്മങ്ങൾ ഒരുപാട് ചെയ്തു. ഇത്തന ജ്ഞാൻ ഓർ യോഗമേ രഹത്തെ ഹെ തോ ഭി ഇത്തനെ വികർമ്മ ഹെ ഓ ചുടത്തെ ഹി നഹി. എത്രമാത്രം നമ്മൾ ജ്ഞാന യോഗത്തിൽ ഇരുന്നാലും അല്ലെ, കുട്ടികൾ എത്ര ജ്ഞാന യോഗം ചെയ്താലും അത്രയധികം വികർമ്മത്തിന്റെ ചുമടുണ്ട്. അത് മുഴുവൻ കുട്ടികളെ വിട്ട് പോകുന്നില്ല, അതെല്ലാം ഭസ്മീകൃതങ്ങളാകുന്നില്ല. ജബ് കർമാതീത് ബൻ ജായേംഗെ तो तुमको
നയാ ജനം നയി ദുനിയാമേ മിലേക. ബാബ പറയാണ്, കുട്ടികൾ കർമാതീതരായിട്ട് മാറുമ്പോൾ അല്ലെ പുതിയ ജന്മം, പുതിയ ലോകത്തിൽ കുട്ടികൾക്ക് ലഭിക്കും. അഗർ കുച്ച് വികർമ്മ രഹി ഹുയേ ഹോംഗെ तो पुरानी दुनिया में ही दूसरा जन्म लेना पड़ेगा. ബാബ പറയുന്ന എന്തെങ്കിലും വികർമ്മങ്ങള്, പാപകർമ്മങ്ങളുടെ ചുമട് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ പഴയ ലോകത്തിൽ തന്നെ അടുത്ത ജന്മം എടുക്കേണ്ടതായിട്ട് വരും. ജ്ഞാനത്തോ ബച്ചോ ബഹുത് അച്ഛാ മിൽരഹ. ഈ ജ്ഞാനം കുട്ടികൾക്ക് വളരെ നന്നായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ് കഹത്തെ ഹേ ഓർ കുച്ച് നഹി സമജ്തേ ഹോ തോ ബാബ് കോ യാദ് കരോ. ബാബ പറയാണ്, കുട്ടികളെ വേറെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ കുട്ടികൾ ബാബയെ ഓർമ്മിക്കും. ഇസേ ഭി സെക്കൻഡ് മേ സ്വർഗക്ക് ബാദശാഹി മിലേ. ബാബയെ ഓർമ്മിച്ചാൽ മതി, വേറെ ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡിൽ സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി ലഭിക്കും. ഏക് കഹാനി ഭി ഹേ ഖുദാ ദോസ്ത് കി. ഒരു കഥയുണ്ട്, ഖുദാ ദോസ്ത്, ഈശ്വരനാകുന്ന കൂട്ടുകാരന്റെ കഥയുണ്ട്. तो एक रोज के लिए ബാദശാഹി ദേത്തെ थे അല്ലെ. അപ്പോ ആ ഈശ്വരനാകുന്ന കൂട്ടുകാരൻ എന്താണ്, ഒരു ദിവസത്തേക്ക് ചക്രവർത്തി പദവി നൽകി. तो अब तुम जानते हो बाबा ही तुमेव माताश्च पिता बंधु हो गया. അല്ലെ, നമ്മൾ കുട്ടികൾക്ക് അറിയാം, നമ്മുടെ ബാബയാണ് ആര്, ഈ പ്രപഞ്ചത്തിന്റെ മാതാവും പിതാവും ബന്ധുവും സഖാവും എല്ലാം നമുക്ക് ബാബയാണ്. ഖുദാ ദോസ്ത് ഹുവ. അപ്പൊ നമ്മുടെ ബന്ധുവും സഖാവും അല്ലെ, സർവ്വ ബന്ധുവും ബാബയാണെങ്കിൽ ബാബ ആരാണ്, ഖുദാ ദോസ്ത് ആണ്. ഖുദാ ദോസ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരനാകുന്ന ഫ്രണ്ട്. അള്ളാ അലൗദ്ദീൻ ഖുദാ ദോസ്ത് ये सब बातें इस समय की है അല്ലെ. അള്ളാ അലൗദ്ദീൻ ഖുദാ ദോസ്ത്, ഈ കാര്യങ്ങളെല്ലാം ഈ സമയത്തിൻ്റെതാണ്. ബാബ തുമേ ഏക സെക്കൻഡ് മേ സ്വർഗക്ക് ബാദശാഹി ദേത്തെ. ബാബ നമ്മൾ കുട്ടികൾക്ക് ഒരു സെക്കൻഡിൽ സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകുകയാണ്. ബച്ചിയാ ജബ് ധ്യാൻ മേ ജാതി തി तो वहां പ്രിൻസ് പ്രിൻസസ് ബൻ ജാതി തി അല്ലെ. പെൺകുട്ടികള് അന്ന് ട്രാൻസിൽ പോകുന്ന സമയത്ത് ബാബയുടെ മക്കള് അല്ലെ ട്രാൻസിൽ പോകുമായിരുന്നു. നമ്മുടെ ഗുൽസർദാദി, അങ്ങനെ എത്ര പേരാണ് ട്രാൻസിൽ പോയിക്കൊണ്ടിരുന്നത്. നിറയെ പേർക്ക് ട്രാൻസിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ട്രാൻസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവര് അവിടെ ചെല്ലുമ്പോ, സത്യത്തിൽ ചെല്ലുമ്പോഴേ അവര് എന്താവും, രാജകുമാരി രാജകുമാരന്മാരായിട്ട് മാറുമായിരുന്നു. വഹാക്കെ സബ് സമാചാർ ആക്കർ സുനാത്തി തി. എന്നിട്ട് അവിടുത്തെ എല്ലാ വാർത്തകളും അല്ലെ സത്യയുഗത്തിലെ അവരുടെ അനുഭവങ്ങളെല്ലാം വന്ന് കേൾപ്പിക്കുമായിരുന്നു. തും ബാബോ അബ് ജാനത്തെ ഹോ. നമ്മൾ കുട്ടികൾ ബാബയെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അറിയുന്നത് അല്ലെ. എപ്പോഴാണ് നമ്മൾ നോളജിൽ വരുന്നത്, അപ്പൊ നമ്മൾ ബാബയെ അറിയാൻ തുടങ്ങുകയാണ്. സബ് കഹത്തെ ഹേ ഹെവൻലി ഗോഡ് ഫാദർ ജരൂർ നയി ദുനിയ സ്വർഗ ഹി രചേംഗെ. എല്ലാവരും ഭഗവാനെ വിളിക്കുന്നത് ഹെവൻലി ഗോഡ് ഫാദർ എന്നാണ്. തീർച്ചയായിട്ടും ഭഗവാൻ പുതിയ ലോകം, സ്വർഗത്തെ രചിക്കുന്നു. ഭാരത് ഹി ഗോൾഡൻ ഏജ് നാ. ഭാരതമാണ് ഗോൾഡൻ ഏജ്. ഉസ് സമയ ഓർ കൊയ് ധർമ്മ നഹി താ. ആ സമയത്ത് മറ്റ് ഒരു ധർമ്മങ്ങളും ഇല്ലായിരുന്നു. ക്രിസ്ത്യൻ ബി കഹത്തെ ഹേ ക്രൈസ്റ്റ് സെ 3000 വർഷ പഹലെ ഭാരത് സ്വർഗ താ. അല്ലെ, ക്രിസ്ത്യാനികളും പറയുന്നുണ്ട് ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു. ജഹാ ലക്ഷ്മി നാരായൺ രാജ്യ കർത്തേ थे इसलिए पूछते हैं इनको ये वर्षा कहां से मिला. ബാബ പറയാണ് അല്ലെ, ലക്ഷ്മി നാരായണൻ രാജ്യം ഭരിച്ചിരുന്നു. തീർച്ചയായിട്ടും ലക്ഷ്മി നാരായണൻ രാജ്യം ഭരിച്ചിരുന്നു. ഇസ്ലിയെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇവർക്ക് ഈ സ്വത്ത് എവിടെ നിന്നാണ് ലഭിച്ചത്. ലക്ഷ്മി നാരായണൻ എങ്ങനെ വിശ്വത്തിന്റെ ആ അധികാരിയായിട്ട് മാറി, വിശ്വമഹാരാജനായിട്ട് മാറി, വിശ്വമഹാറാണിയായിട്ട് മാറി. അവർക്ക് ആ വിശ്വത്തിന്റെ ചക്രവർത്തി പദവിയുടെ സ്വത്ത് ആരാണ് നൽകുന്നത്, എപ്പോഴാണ് നൽകുന്നത്? स्वर्ग के मालिक पहले ये थे तो भारतवासियों का इनसे क्या संबंध है? तो स्वर्ग का मालिक पहले ये थे, अब तो नरक है, फिर ये कहाँ गया? ഓ ബാബ പറയാണ് അല്ലെ, ഇപ്പൊ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ചോദിക്കും, ലക്ഷ്മി നാരായണന് ഈ പദവി, ഈ സ്വത്ത് എവിടെ നിന്ന് ലഭിച്ചു? അല്ലെ, ഭാരതവാസികൾക്ക് ഇവരുമായിട്ട് എന്താണ് ബന്ധം? അല്ലെ, ഭാരതവാസിയോं को इनसे क्या संबंध है? स्वर्ग के मालिक पहले ये थे.
അപ്പൊ ഭാരതവാസികൾക്ക് ലക്ഷ്മി നാരായണനായിട്ടുള്ള ബന്ധം എന്താണ്? കാരണം ലക്ഷ്മി നാരായണനാണ് സ്വർഗത്തിന്റെ ആദ്യത്തെ യജമാനനായിരുന്നത്, അല്ലെ, ആദ്യത്തെ അധികാരിയായിരുന്നത്. അബത്തോ നരക ഹേ ഏ കഹാൻ ഗയേ. അപ്പൊ ഇപ്പൊ നരകമാണ്. ഈ ലക്ഷ്മി നാരായണനൊക്കെ എവിടെ പോയി? ദേവതകളെല്ലാം എവിടെ പോയി? ജന മരണത്തോ മാനത്തെ ഹോ. ജനന മരണങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, അല്ലെ, മനുഷ്യർ അംഗീകരിക്കുന്നുണ്ട്. ആത്മാ ജനം മരണമേ ആത്തി തബ് 84 ജനം രംഗേ. ആത്മാവ് എപ്പോഴാണോ ജനന മരണങ്ങളിലേക്ക് വരുന്നത് അപ്പോഴാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. നഹിത്തോ കേസില്ലെങ്കിൽ, ഇല്ലെങ്കിൽ എങ്ങനെ 84 ജന്മങ്ങൾ എടുക്കും? ദുനിയാമേ അനേക മതേ, അല്ലെ, ലോകത്തിലെ അനേക മതങ്ങളാണ്. കൊയ് പുനർജന്മക്കോ മാനത്തെ ഹേ, കൊയ് നഹി മാനത്തെ ഹേ. ചിലർ പുനർജന്മങ്ങളെ അംഗീകരിക്കുന്നു, ചിലരാണെങ്കിൽ അംഗീകരിക്കുന്നില്ല. പൂച്ഛനാ ചാഹിയേ പരംപിതാ പരമാത്മാ ശിവസെ തുമാരാ ക്യാ സമ്മതം. തീർച്ചയായിട്ടും ഇന്ന് ആളുകളോട് ചോദിക്കണം, പരമപിത പരമാത്മാവുമായിട്ട്, അല്ലെ, പരമപിത പരമാത്മാ ശിവഭഗവാനുമായിട്ട് നിങ്ങളുടെ സംബന്ധം എന്താണ് എന്ന് അവരോട് ചോദിക്കണം. ഈ ബ്രഹ്മ വിഷ്ണു ശങ്കർ കോൻ ഹെ. ഈ ബ്രഹ്മാവും വിഷ്ണു ശങ്കരനും ആരാണ്? കഹാങ്കെ രഹനെ വാലെ ഹെ. അല്ലെ, ബ്രഹ്മ വിഷ്ണു ശങ്കരൻ എവിടെ വസിക്കുന്നവരാണ്? തും കഹെങ്കെ സൂക്ഷ്മതനിക്ക്. നമ്മൾ പറയും അവിടെ ബ്രഹ്മപുരി ഉണ്ട്, വിഷ്ണുപുരി ഉണ്ട്, ശങ്കർപുരി ഉണ്ട്, അല്ലെ, നമ്മൾ, അല്ലെ, ബ്രഹ്മ വിഷ്ണു ശങ്കരൻ സൂക്ഷ്മവദന നിവാസികളാണ്. ഓർത്തോ കൊയ് ബത്താന സകെ. ബാക്കി അവരെവിടെ താമസിക്കണമെന്ന് ചോദിച്ചാൽ വേറെ ആർക്കും പറയാൻ സാധിക്കില്ല. തുമാരിലേക്ക് ഇതിനെ സഹജം. നിങ്ങൾ കുട്ടികൾക്ക് എല്ലാം വളരെ സഹജമാണ്. മാതാവും കൊയ് നൗകരി ആദിക്ക ഫുർണ നഹി. അല്ലെ, അമ്മമാർക്ക് തന്റെ ജോലിയെ കുറിച്ചോ, അല്ലെ, ജോലിക്ക് പോണം, അല്ലെ, ജോലിക്ക് പോണ അമ്മമാർക്ക് എന്ത് കഷ്ടപ്പാടാണ്, അല്ലെ, ജോലിയും ചെയ്യണം, വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം. അപ്പോ ബാബ പറയുന്നത് ഇവിടെ അമ്മമാർക്ക് ജോലിയെ കുറിച്ചൊന്നും യാതൊരു ചിന്തയില്ല. അവര് വീട്ടിൽ, അല്ലെ, ഗർഭേ രഹനെ വാലി ഹെ, വീട്ടിൽ വസിക്കുന്നവരാണ്. പോയി തന്റെ ജോലിക്ക ഹംഗാമ നഹി ഹെ, അല്ലെ, ജോലികളുടെ ഒക്കെ തിരക്കുകളൊന്നുമില്ല. ബാബ്സെ വർഷ ലേന ഹെ പുരുഷോങ്കോ ഫുർണ ഹെ. അല്ലെ, ബാബയുടെ അടുത്ത് സ്വത്ത് നേടണം. അമ്മമാർക്ക് ആകെ ഒരു ചിന്ത എന്താ വേണ്ടത്? ബാബയുടെ അടുത്ത് മുഴുവൻ സ്വത്ത് നേടണം. അല്ലെ, ബാബ പറയുന്നത് കുട്ടികൾ ബാബയുടെ മുഴുവൻ സ്വത്തിന്റെ അധികാരിയാകണം. പുരുഷോങ്കോ ഫുർണ ഹെ തുംകോ തോ ബാബ കഹത്തെ ഹെ തും അപ്നാ മർത്തബ ലോ. അല്ലെ, പുരുഷന്മാർക്ക് ചിന്തയുണ്ട്. പക്ഷെ ബാബ ഇപ്പോ കുട്ടികളോട് എന്താ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ പദവി കരസ്ഥമാക്കൂ. ബാബ നിങ്ങൾക്ക് ഉയർന്ന പദവി നൽകുകയാണ്. പദവി കരസ്ഥമാക്കൂ. വിശ്വക്കെ മാലിക് ബനോ. വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നേടൂ. സൗകാരവും കിത്തിനി ചിന്ത രഹത്തി ഹെ. അല്ലെ, സമ്പന്നർക്ക് എത്രമാത്രം ചിന്തയുണ്ട്. ദുനിയാമേ റിഷ്വത് കോരി ബി ബഹുത് ഹെ. ലോകത്തിലാണെങ്കിൽ കൈക്കൂലി മേടിക്കുന്നതും നിറയെ കൈക്കൂലി മേടിക്കുന്ന സ്വഭാവമുണ്ട്. തുംകോ റിഷ്വത്ത് ലേനേക്ക് കൊയ് ദർക്കാർ നഹി. നിങ്ങൾക്ക് കൈക്കൂലി മേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഏതോ വ്യാപാരി കാ കാം ഹെ. കൈക്കൂലി മേടിക്കുന്നത് ആരുടെ ജോലിയാണ്? വ്യാപാരികളുടെ ജോലിയാണ്. തും ഇൻസെ ചൂട്ടേ കുയേക്കോ. അല്ലെ, നിങ്ങള് ഇതിൽ നിന്നൊക്കെ സ്വയം രക്ഷപ്പെട്ടിരിക്കുന്നവരാണ്. ഫിർബി മായ ऐसी है जो छोटी से पकड़ लेती है. എങ്കിലും മായ അങ്ങനെയാണ്, അല്ലെ, ഉടുമയിലാണ് പിടികൂടുന്നത്. മായ എവിടെ പിടികൂടുന്നത്? ബ്രാഹ്മണന്റെ ഉടുമയിലാണ് പിടികൂടുന്നത്. ഇസ്ലിയെ കുച്ച് നാ കുച്ച് ലാലച്ച് രഹത്തി ഹെ. അല്ലെ, മായ പിടിച്ചിട്ടുള്ളത് കൊണ്ട് എന്താണ്? അതിനോടാർത്തി, ഇതിനോടാർത്തി, അല്ലെ, അത്യാഗ്രഹമാണ്. അപ്പോ അങ്ങനെ അത്യാർത്തിയുണ്ട്. तो जिज्ञासुओं को मांगते रहते हैं. बाबा कहते हैं बच्चे किसी से भी कुछ मांगो मत. ബാബ പറയാണ്, അതുകൊണ്ട് എന്താണ് സെന്ററിൽ വരുന്ന സ്റ്റുഡൻസിനോട് അത് വേണം, ഇത് വേണം, അല്ലെ, ബാബ പറയാണ് എന്തിനാണ് ഇങ്ങനെ യാചിക്കുന്നത്? യാചിച്ചാൽ നമ്മൾ ആരായി? അല്ലെ, ചില കൂടെയുള്ള സിസ്റ്റേഴ്സിന്റെ ചിലര് എന്താണ് സമർപ്പിതരല്ല. എന്താണ്, ഞാൻ മധുവിനെ പോവാണ് ബായി. അപ്പൊ എന്തിനാ അങ്ങനെ പറയുന്നത്? അവരുടെ അടുത്ത് പൈസ വേണം, അതിനെ ചെന്ന് പറയും. അപ്പൊ ബാബ ചോദിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഈ യാചകന്റെ വ്യക്തിത്വത്തിലേക്ക് പോകുന്നത്? ഒരിക്കലും ആരോടും ഒന്നും നമ്മൾ ചോദിക്കരുത്. അല്ലെ, യാചകന്റെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ യാചകനാണ്. അപ്പൊ നമ്മൾ ദേവതയാണോ? നമ്മള് ആണോ? നമ്മൾ യാചകനാണ്. അപ്പൊ ബാബ പറയാണ്, നമുക്ക് ഒന്നിനോട് അത്യാർത്തി പാടില്ല. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എന്തിനാണ്? ബാബ എല്ലാം തരുന്നുണ്ടല്ലോ, നമുക്ക് അത്യാർത്തിയുടെ ആവശ്യകത എന്തുണ്ട്?
ബാബ പറയുന്ന ഒന്നിനോട് നിങ്ങൾക്ക് അത്യാർത്തി പാടില്ല, അത്യാഗ്രഹം പാടില്ല, അല്ലേ? അങ്ങനെ നമ്മള് എന്താണ് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ യാചകരായിട്ട് മാറില്ലേ? ദേവതയുടെ സംസ്കാരത്തിലേക്കല്ലേ നമുക്ക് വരേണ്ടത്. ബാബ കത്തെ ബച്ചി ബച്ചേ കിസിസെ മാങ്കോ മാത്ര. ബാബ പറയാണ്, കുട്ടികളെ ആരോടും നിങ്ങൾ യാചിക്കല്ലേ. തും ദാദാക്കെ ബച്ചേ ഹോ, നിങ്ങൾ ദാദാവിന്റെ മക്കളാണ്. തുംകോ ദേനാഹേ നാക്കി മാങ്കനാഹി, നിങ്ങൾ നൽകേണ്ടവരാണ്, ഒരിക്കലും യാചിക്കേണ്ടവരല്ല. തുംകോ ജോ കുച്ച് ചാഹിയേ ശിവബാബ സെ മിൽ സക്താ ഹേ, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്ത് വേണമെങ്കിലും ശിവബാബയുടെ അടുക്കൽ നിന്ന് ലഭിക്കുമല്ലോ. ഓർ കോയി സെ ലേംഗെ തോ ഉൻകി യാദ് രഹേഗി, നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മയായിരിക്കും നമുക്ക് വരുന്നത്. ആ വ്യക്തികളുടെ ഓർമ്മ വരും. അവര് നമുക്ക് നൽകിയ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഓർമ്മ വരും. അതുകൊണ്ട് ഞങ്ങൾ സമർപ്പിതരെല്ലാം എങ്ങനെയാണ്, ആരെന്തെല്ലാം തന്നാലും അത്, അല്ലെ, എന്താണ്, ശരിക്കും നമ്മൾ അങ്ങനെയായിരുന്നു. മദ്രാസിലൊക്കെ ആയിരിക്കുമ്പോൾ ആരെന്ത് തന്നാലും അത് ബെഹൻജിയുടെ അടുക്കൽ കൊണ്ടു കൊടുക്കും. ബെഹൻജി എന്താണ് തരുന്നത് അതേ സ്വീകരിക്കുള്ളൂ. കാരണം യജ്ഞത്തിൽ നിന്ന് എന്താണോ ലഭിക്കുന്നത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വ്യക്തികൾ നൽകുന്നത് നമ്മൾ സ്വീകരിക്കുമ്പോൾ വ്യക്തികളുടെ ഓർമ്മ, അത് ഉപയോഗിക്കുമ്പോഴെല്ലാം ആരുടെ ഓർമ്മ വരും? വ്യക്തികളുടെ ഓർമ്മ വരും. യജ്ഞത്തിൽ സമർപ്പിച്ച് യജ്ഞത്തിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ബാബയുടെ ഓർമ്മ വരുള്ളൂ. तो हर एक चीज शिव बाबा से लेंगे तो शिव बाबा तुमको घड़ी घड़ी याद पड़ेगा. ഓരോ വസ്തുവും ശിവബാബയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ശിവബാബയുടെ ഓർമ്മയായിരിക്കും വരുന്നത്. ശിവബാബ कहते हैं तुम्हारे लेन देन का हिसाब मेरे साथ. ശിവബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ എന്ത് വിചാരിച്ചു? കണ്ണടച്ച് പാല് കുടിക്കാന്ന് വിചാരിച്ചോ? അല്ലെ? ബാബ പറയാണ്, നിങ്ങളുടെ ഓരോ കൊടുക്കലും വാങ്ങലിന്റെ കണക്ക് എന്റെ അടുക്കലുണ്ട്, അല്ലെ? അത് ആരും അറിയുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ഓരോ കൊടുക്കലും വാങ്ങലിന്റെ കണക്ക് എന്റെ അടുത്തുണ്ട്. ഏ ബ്രഹ്മത്തോ ബീച്ച് ദലാൽ ഹേ, അല്ലെ? നമ്മൾ വിചാരിക്കും ഇത് ആരും അറിയില്ല എന്ന്. അറിയേണ്ടവര് കൃത്യമായിട്ട് അറിയും ആ കാര്യങ്ങളെല്ലാം. നമ്മൾ വിചാരിക്കുക നമ്മൾ കണ്ണടച്ച് പാല് കുടിക്കുകയാണെന്ന്. വെറുതെയാണ്. ബാബയുടെ യജ്ഞത്തില് ഒരു കള്ളത്തരം ഒരിക്കലും മറിഞ്ഞിരിക്കില്ല. കാരണം ഇത് സത്യശിവ സുന്ദരന്റെ യജ്ഞമാണ്. ഇതിനകത്ത് കള്ളത്തരങ്ങൾ ഒരിക്കലും പറ്റില്ല. കള്ളത്തരങ്ങൾ മറഞ്ഞിരിക്കില്ല. അത് എത്ര മറച്ചു വെക്കാൻ നോക്കുന്നോ അത്രയും അത് പുറത്ത് പ്രകടമായിട്ട് കാണപ്പെടും. അപ്പൊ ബാബയുടെ അടുക്കൽ എല്ലാവരുടെയും കണക്കുണ്ട്. ഏ ബ്രഹ്മത്തോ ബീച്ച് ദലാൽ ഹേ, ഈ ബ്രഹ്മ ബാബ ഇടയിൽ ആരാണ്? ബ്രഹ്മ ബാബ, അല്ലെ? ബ്രഹ്മ ബാബ ദലാളാണ്, അല്ലെ? ഇടനിലക്കാരനാണ്. തേനേവാല മേഹും. ശിവാവ് പറയുന്ന, കുട്ടികളെ നിങ്ങൾക്ക് നൽകുന്നത് ഞാനാണ്. മെരേസിത്തും കണക്ഷൻ വെക്കൂ ത്രൂ ബ്രഹ്മ, അല്ലെ? നിങ്ങൾ എന്നോട് കണക്ഷൻ വെക്കൂ ബ്രഹ്മാവിലൂടെ. ബ്രഹ്മാവാണ് നിമിത്തമായിരിക്കുന്നത്. ബ്രഹ്മാവിലൂടെ കണക്ഷൻ വെക്കൂ. तो कोई भी चीज औरों से लेंगे तो तुमको उनकी याद आएगी. നിങ്ങൾ വ്യക്തികളിൽ നിന്നും എന്തെങ്കിലും വസ്തുക്കൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തികളുടെ ഓർമ്മ വരും. तो फिर तुम വ്യഭിചാരി ബൻ ജായേംഗെ. ശിവബാബയുടെ ഓർമ്മ കൂടാതെ അവര് നൽകിയ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോ ആ വ്യക്തികളുടെ ഓർമ്മ വരും. അപ്പൊ നമ്മൾ ആരായി? വ്യഭിചാരി ഓർമ്മയുള്ളവരാണോ അവ്യഭിചാരിയാണോ? ആരായി? മനസ്സുകൊണ്ട് വ്യഭിചാരിയായില്ലേ, അല്ലേ? അപ്പൊ മനസ്സുകൊണ്ട് പോലും നമ്മൾ വ്യഭിചാരിയാകരുത്. നമ്മള് ദ്വാപരയുഗം മുതൽ ശിവനെ ഓർമ്മിച്ചു, പിന്നെ നമ്മൾ ലക്ഷ്മി നാരായണനെ ഓർമ്മിച്ചു, കൃഷ്ണനെ ഓർമ്മിച്ചു, രാധയെ ഓർമ്മിച്ചു, രാമനെ ഓർമ്മിച്ചു. അങ്ങനെ എത്ര 33 ദേവതകളെ പൂജിച്ചു. അപ്പൊ നമ്മൾ ആരായി? വ്യഭിചാരിയായി. അതേപോലെ സംഗമയുഗത്തിൽ നമ്മൾ ആരാകരുത്? വ്യഭിചാരിയായിട്ട് മാറാൻ പാടില്ല. അപ്പൊ ബാബ പറയാണ്, വ്യക്തികളിൽ നിന്ന് നിങ്ങൾ, അല്ലെ, പേഴ്സണലായിട്ട് വസ്തുക്കൾ സ്വീകരിച്ചാൽ ആ വ്യക്തികളുടെ ഓർമ്മ വരും, നിങ്ങൾ വ്യഭിചാരിയായിട്ട് മാറും. ശിവബാബക്കെ ഭണ്ഡാരെ സെ തും ചീസ് ലേലോ ഓർ കിസി സെ മാംഗോ മത്. അല്ലെ? ശിവബാബയുടെ ഭണ്ഡാരയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കൂ. നിങ്ങൾ ഒരു വ്യക്തികളോടും ചെന്ന് യാചിക്കാൻ പാടില്ല, അല്ലെ? യാചിക്കാൻ നമ്മൾ തുടങ്ങിയാൽ നമ്മൾ ആരായി? ദേവതയാകോ യാചകനാകോ? ആരാകും നമ്മള്? പിച്ചക്കാരനാകും നമ്മള്, അല്ലാണ്ട് ദേവതയാകില്ല. നഹി ദേനെ വാലേക്കോ നുക്സാൻ പടുത്താ ഹേ. ഇല്ലെങ്കിൽ നൽകുന്നവർക്കും എന്ത് സംഭവിക്കുന്നു? നമ്മൾ വ്യക്തികളോട് ചോദിക്കുമ്പോൾ നൽകുന്നവർക്ക് നഷ്ടം ഉണ്ടാക്കുകയാണ്. കാരണം വ്യക്തിക്ക് നൽകുകയാണ്. അവര് ബാബയ്ക്കാ നൽകേണ്ടത്, അല്ലെ? ബാബയുടെ യജ്ഞത്തിൽ വരുന്ന വ്യക്തികൾ ആർക്കാ കൊടുക്കേണ്ടത്?
ബാബയ്ക്കാണ് കൊടുക്കേണ്ടത്. ഇപ്പോ ഒരു ബാബയുടെ വീട്ടിലൊരു സേവനം നടക്കുന്നു, ഒരു സേവന കാര്യം നടക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സേവന പ്രോഗ്രാം ചെയ്യുന്നു. നിമിത്തമായിരിക്കുന്ന ബാബയുടെ സഹോദരിക്ക് എല്ലാവരോടും പറയാം അത് യാചനയല്ല. അത് ബാബയുടെ കർത്തവ്യത്തില് എല്ലാവരെയും പങ്കാളികളാക്കാൻ വേണ്ടിയിട്ട് നിമിത്തമായിരിക്കുന്നവർ പറയുന്നു അല്ലെ. നിമിത്തമായിരിക്കുന്നവര് തന്റെ വ്യക്തിപരമായിട്ടും എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത് അല്ലെ. കുട്ടികള് ഇപ്പൊ എന്താണ്, ഒരു സെന്ററിൽ നിമിത്തമായിട്ട് ഒരു സഹോദരിയാണുള്ളത്. അപ്പൊ ആ സഹോദരിക്ക് അവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് അവിടുത്തെ കുട്ടികള് അല്ലെ, സെന്ററിൽ ആവശ്യമായ കാര്യങ്ങള് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങള് അല്ലെ, ആവശ്യമുള്ളത് അവിടുത്തെ കുട്ടികൾ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. പക്ഷെ എന്താണ്, വ്യക്തിപരമായിട്ട് നമുക്ക് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ബാബ പറയാണ്, അങ്ങനെ നമ്മൾ വ്യക്തികളോട് യാചിക്കുമ്പോൾ അല്ലെ, നമ്മളെന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് അവര് നൽകുക, ബാബയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള അവരുടെ ബാബയ്ക്കായിട്ട് അവർ നൽകുന്നതിന് പകരം വ്യക്തി എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് നഷ്ടമുണ്ടാകും, നമുക്കും നഷ്ടമുണ്ടാകും. ക്യോങ്കി ഉസ്നെ ശിവബാബ കി ഭണ്ഡാരി മേ നഹി ദിയ. കാരണം അവര് നിങ്ങളാകുന്ന വ്യക്തിക്കാണ് കൊടുത്തത്, ശിവബാബയുടെ ഭണ്ഡാരയിലേക്കല്ല നൽകിയത്. അതുകൊണ്ട് അവർക്ക് നഷ്ടമുണ്ടാകുന്നു. ദേന ചാഹിയെ ശിവബാബ കി ഭണ്ഡാരി മേ. അതുകൊണ്ട് കുട്ടികൾ നൽകേണ്ടത് ശിവബാബയുടെ ഭണ്ഡാരയിലാണ്. മനുഷ്യസെ ലേൻദേൻ കാ കണക്ഷൻ ബഹുത് സമയ രക്ക. മനുഷ്യരുമായിട്ട് കൊടുക്കലും വാങ്ങലിന്റെ ആ കണക്ഷൻ വളരെ കാലങ്ങളായിട്ട് നമ്മൾ വെച്ച് പുലർത്തുകയാണ്. കാരണം നമുക്ക് ദ്വാപരയുഗം മുതൽ നമ്മുടെ നേച്ചർ എന്തായിരുന്നു അല്ലെ, വ്യക്തികളുമായിട്ട് കൊടുക്കലും വാങ്ങലിന്റെ കണക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ തുമാര കണക്ഷൻ ഡയറക്റ്റ് ശിവബാബ സഹി. പക്ഷെ ഈ സമയത്ത് നമ്മുടെ കണക്ഷൻ ഡയറക്റ്റ് ശിവബാബയുടെ കൂടെയാണ്. നമ്മൾ എല്ലാം നേടുന്നത് ശിവബാബയിൽ നിന്നാണ്, നമ്മൾ കൊടുക്കുന്നത് ശിവബാബയ്ക്കാണ് അല്ലെ. നമ്മുടെ കൊടുക്കലും വാങ്ങലിന്റെ കണക്ഷൻ നേരിട്ട് ശിവബാബയുടെ കൂടെയാണ്. ലേക്കിൻ ബാബ ജാനത്തെ ഹെ ബച്ചോമേ ലോഭ കാ ഭൂത് ഹെ. പക്ഷെ ബാബയ്ക്ക് അറിയാം കുട്ടികളില് ലോഭത്തിന്റെ ഭൂതമുണ്ട്, അത്യാഗ്രഹത്തിന്റെ ഭൂതമുണ്ട്. കൈ ബച്ചേ കഹത്തെ ഹെ ഹംനെ ശിവബാബ കോ ദേഖാ നഹി ഹെ. ചില കുട്ടികൾ പറയാറുണ്ട്, ഞങ്ങള് ശിവബാബയെ കണ്ടിട്ടേ ഇല്ല. അരേ തും അപ്നേക്കോ ദേഖ്തേ ഹോ. ബാബ ചോദിക്കാണ്, കുട്ടികളെ സ്വയത്തെ അറിയാമോ, സ്വയത്തെ കണ്ടിട്ടുണ്ടോ അല്ലെ. ഞങ്ങള് ശിവബാബയെ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പൊ ബാബ ചോദിക്കുക, സ്വയത്തെ കണ്ടിട്ടുണ്ടോ? तो तुमको अपनी आत्मा का साक्षात्कार हुआ जो कहते हैं हमको शिव बाबा का साक्षात्कार അല്ലെ. ബാബ ചോദിക്കുക, നിങ്ങൾക്ക് സ്വയം നമ്മൾ ആത്മാവിന്റെ സാക്ഷാത്കാരം ലഭിച്ചിട്ടുണ്ടോ? ആത്മാവിന്റെ സാക്ഷാത്കാരം ലഭിച്ചിട്ടുണ്ടോ അല്ലെ. അപ്പൊ പറയുന്നത് എന്താണ്, ശിവബാബയുടെ സാക്ഷാത്കാരം വേണം. തും ജാനത്തെ ഹോ ഹമാരി ആത്മാ ഭൃഗുടിക്ക് ബീച്ച് മേ രഹത്തി ഹൈ. എന്തിനാണ് ആത്മാവിന്റെ സാക്ഷാത്കാരം? ബാബ നമുക്ക് തിരിച്ചറിവ് നൽകി. എന്താണ്, നമ്മൾ ആത്മാവാണ്, ആത്മചൈതന്യമാണ്, ഈ ശരീരമല്ല. ഇരുപുരിയങ്ങളുടെ മധ്യത്തിൽ നമ്മൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നിരാകാരിയായ ആത്മനക്ഷത്രമാണ്. ബാബ നമുക്ക് എന്താ നൽകിയത് അല്ലെ, ആ തിരിച്ചറിവ് നൽകി. ആ തിരിച്ചറിവിലാണ് നമ്മൾ അഭ്യസിക്കുന്നത്. അഭ്യസിച്ച് വരുമ്പോ എന്താണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബായുടെ ക്ലാസ് കേട്ടു. ബായി പറഞ്ഞു, എണീറ്റ് പാടെ ബാബയോട് ഗുഡ് മോർണിംഗ് പറയരുത്. അപ്പൊ ബായി പറഞ്ഞത് എന്താണ് അല്ലെ, നമ്മൾ എണീറ്റ് മുഖമൊക്കെ കഴുകി കൈകാലൊക്കെ കഴുകി അല്ലെ, പല്ലൊക്കെ തേച്ചിട്ട് നമ്മള് ബാബയുടെ മുന്നിൽ ചെന്നിരിക്കണം. ഞാൻ പ്രകാശിക്കുന്ന നക്ഷത്രമാണ്, ഞാൻ പ്രകാശിക്കുന്ന നക്ഷത്രമാണ്, ഭൃഗുടിയിൽ പ്രകാശിക്കുന്ന ആത്മനക്ഷത്രമാണ് എന്ന് അല്ലെ ഭാവന ചെയ്തിട്ട് ഞാൻ ആത്മാവ് ബാബയോട് ഗുഡ് മോർണിംഗ് പറയണം. അല്ലാണ്ട് ഞാൻ ആത്മാവാണെന്ന് ഓർക്കാണ്ട് ദേഹബോധത്തിൽ ബാബയോട് ഗുഡ് മോർണിംഗ് പറയാണോ? അപ്പൊ ദേഹബോധത്തിലല്ല നമ്മൾ ഗുഡ് മോർണിംഗ് പറയേണ്ടത്. പിന്നെന്താണ്, ആത്മബോധത്തിൽ ഇരുന്ന് വേണം, ആത്മസ്മൃതിയിൽ ഇരുന്ന് ആത്മാവാണെന്നുള്ള ആ കോൺഷ്യസിൽ ഇരുന്ന് വേണം ഗുഡ് മോർണിംഗ് പറയാൻ. അപ്പൊ ഇവിടെ ബാബ എന്താ കുട്ടികളോട് പറയുന്നത്, ശിവബാബയുടെ സാക്ഷാത്കാരം വേണം. ശരി, ശിവബാബയെ പ്രകാശമായിട്ട് കണ്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യാന്? കാണില്ലല്ലോ. ശിവബാബയോടുള്ള സംബന്ധം നമ്മൾ അനുഭവിച്ചറിയണം. ശിവബാബയെ നമ്മുടെ മനസ്സിന്റെ ഭാവനകളിൽ കണ്ടാൽ മതി. കുറച്ച് കഴിയുമ്പോ നമുക്ക് ശരിക്കും എന്താ തോന്നുക, നമ്മൾ ആത്മാവാണ് നമ്മുടെ ഭാവനയിൽ കണ്ടാൽ മതി. ആ ആത്മാവാണെന്ന് നമ്മുടെ ഭാവനകളിൽ കണ്ടിട്ട് ഭൃഗുടിയുടെ മധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മാവാണ്. അത് കഴിഞ്ഞിട്ട് ബാബ നൽകിയ ഓരോരോ സമ്മാനങ്ങളിലൂടെ നമ്മൾ സ്വയത്തിന് അനുഭവം ചെയ്യാം. ഞാൻ ത്രിനേത്രിയായ ആത്മാവാണ്, സ്വദർശന ചക്രധാരിയായ ആത്മാവാണ് അല്ലെ, ഞാൻ ത്രികാലദർശിയായ ആത്മാവാണ്.
അങ്ങനെ നമ്മള് ആത്മാവാണ് എന്ന് അഭ്യസിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഈ ശരീരത്തിൽ, ശരീരം വേറെയാണ്, ഞാൻ ആത്മാവ് വേറെയാണ്, ഈ ശരീരത്തിന് വേറിട്ടിരിക്കുന്ന ആ പ്രകാശ ചൈതന്യമാണ്. കാരണം നമ്മൾ നിശ്ചലമായിരുന്ന ബാബയെ ഓർമ്മിക്കുമ്പോൾ, ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടും ശരീരത്തിന് വേറിട്ടിരുന്ന ബാബയെ ഓർമ്മിക്കാൻ നമ്മൾ അഭ്യസിക്കുമ്പോൾ, നമ്മൾ ആത്മാവാണെന്നുള്ള ബോധത്തില് ബാബയെ ഓർമ്മിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ശരിക്കും ഫീൽ ചെയ്യും, നമ്മൾ ഈ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആണ്, നമ്മൾ അശരീരിയാണ്, എനിക്ക് ഈ ശരീരം ഇല്ല. ശരീരത്തിലാണ് നമ്മൾ ഇരിക്കുന്നേ, പക്ഷെ നമുക്ക് എന്ത് തോന്നും, ഈ ശരീരമേ നമുക്കില്ല, നമ്മൾ ആ പ്രകാശമാണ്, ആ ചൈതന്യമാണ് എന്ന് സ്വയം നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അഭ്യസിച്ച് നിത്യാഭ്യാസി ആനയെ എടുക്കുന്ന പോലെ അഭ്യസിക്കുമ്പോഴാണ് നമുക്ക് അനുഭൂതി തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. അല്ലാതെ നമ്മള് സാക്ഷാത്കാരം വേണം എന്ന് പറഞ്ഞിട്ട് സ്വപ്നം കാണുന്ന പോലെ നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ട് എന്താ ചെയ്യാന്? കണ്ടാൽ നമ്മൾ ആത്മാവാകൂ? വെറുതെ ഒരു പ്രകാശ ബിന്ദുവിനെ നമ്മൾ കണ്ടതുകൊണ്ട് നമ്മൾ ആത്മാവാകൂ? ആത്മാവാണെന്നുള്ള അനുഭൂതി കിട്ടുമോ? ഇല്ല. അതേപോലെ പരമാത്മാവിന്റെ സാക്ഷാത്കാരം കിട്ടിയത് കൊണ്ട് കാര്യമില്ല. നമ്മൾ മനസ്സുകൊണ്ട് അല്ലെ, ഞാൻ ആത്മാവ് എന്റെ ബാബയുടെ അരികിൽ ചെന്നിരിക്കുകയാണ്, ഞാനിപ്പോ എന്റെ ബാബയുടെ അരികിലാണ്, ഞാൻ ബാബയുടെ, ബാബ എന്റെ, അല്ലെ, ഞാനും ബാബയും കമ്പൈൻഡ് ആണ് എന്ന് പറയുമ്പോ ഞാൻ ബാബയുടെ ഏറ്റവും അരികിലാണ്. അല്ലെ, ബാബ തന്റെ സ്നേഹ സമുദ്രം എന്നിലേക്ക് ചൊരിയുന്നു. ആ സ്നേഹ സമുദ്രം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ച് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ആ ഫീലിങ്സ് ഉണ്ടാകണം. ബാബ എന്നിലേക്ക് ആ സ്നേഹം പകർന്നു തരികയാണ് എന്നുള്ള ഫീലിങ്സ് നമുക്കുണ്ടാകും. നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ അനുഭൂതി ഉണ്ടാകും. ആ അനുഭൂതി തലത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്, അല്ലാതെ സാക്ഷാത്കാരങ്ങളിലേക്കല്ല നമ്മൾ പോകേണ്ടത്. तो तुम जानते हो हमारी आत्मा भृगुड़ी के बीच में रहती है. നമുക്കറിയാം നമ്മുടെ ആത്മാവ് ഭൃഗുടി മധ്യത്തിലാണ് വസിക്കുന്നത്. ശിവബാബയ്ക്ക് भी भृगुड़ी के बीच में ही होगा. ശിവബാബയും ഭൃഗുടി മധ്യത്തിലാണുള്ളത്, അല്ലെ? അപ്പൊ ആത്മാവ് ഭൃഗുടിയുടെ മധ്യത്തിലാണ്, ശിവബാബയും ബ്രഹ്മാവിന്റെ ഭൃഗുടിയുടെ മധ്യത്തിലാണ് വന്നിരിക്കുന്നത്. തും ജാനത്തെ ഹോ ആത്മ ഏക് ശരീർ ചോड़ दूसरा रहती है. ഇവിടെ കുട്ടികൾക്ക് അറിയാം, ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് ധരിക്കുന്നു. किस समय आत्मा का साक्षात्कार भी हो सकता है. ബാബ പറയാണ്, ഏത് സമയത്ത് വേണമെങ്കിലും ആത്മാവിന്റെ സാക്ഷാത്കാരം നമുക്ക് ലഭിക്കാം. तो आत्मा स्टार है, ആത്മാവ് ഒരു നക്ഷത്രമാണ്. സാക്ഷാത്കാർ भी ദിവ്യ ദൃഷ്ടി से ही होगी. ബാബ പറയാണ്, ദിവ്യ ദൃഷ്ടിയിലൂടെയാണ്, അല്ലെ? ബാബ ദിവ്യ ദൃഷ്ടിയുടെ ചാവി പ്രയോഗിച്ചാലേ സാക്ഷാത്കാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. आत्मा स्टार है, साक्षात्कार भी दिव्य दृष्टि से ही होगी. अच्छा कृष्ण की तुम भक्ति करो तो साक्षात्कार हो सकता है, फिर फायदा क्या है. അല്ലെ, കൃഷ്ണനെ നമ്മൾ ഭക്തി ചെയ്യുന്നു, അപ്പോ സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകും, അല്ലെ? ചില തീവ്ര ഭക്തി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകും, കൃഷ്ണന്റെ ദർശനം ഉണ്ടാകും. അങ്ങനെ കൃഷ്ണനെ കണ്ടു എന്നുള്ളത് കൊണ്ട് പ്രയോജനമുണ്ടോ? ബാബ പറയാണ്, അതുകൊണ്ട് എന്താ നേട്ടം? നമ്മൾ സ്വപ്നം കാണുന്ന പോലെ കൃഷ്ണനെ കണ്ടു, അതുകൊണ്ട് എന്താ നേട്ടം ഉണ്ടായത്? तो उनका कितना गायन करते हैं. അങ്ങനെ ഒരു സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം അതിന്റെ മഹിമ പാടുന്നു. പരമാത്മാക്ക ഭി സാക്ഷാത്കാർ ഹുവാ, ഫൈദ ക്യാ ഹെ. ഇനി കൃഷ്ണന്റെ സാക്ഷാത്കാരം കിട്ടിയോണ്ട് എന്താ പ്രയോജനം? ഇനി പരമാത്മാവിന്റെ സാക്ഷാത്കാരം കിട്ടിയത് കൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനം എവിടെയിരിക്കുന്നതെന്ന് ബാബ പറയുന്നത്? ഒറ്റമൂലി എന്താണ് പ്രയോജനം? എന്താണ്? ആത്മസ്മൃതിയിൽ ഇരുന്ന് പരമാത്മാവിനെ ഓർമ്മിക്കണം. കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ, എന്നെ മാത്രം ഓർമ്മിക്കൂ. എന്തിനാ ബാബ ആവർത്തിച്ച് പറയുന്നത്? കുട്ടികള് ബാബയുടെ അടുക്കൽ ചെന്നിരുന്ന് ബാബയുടെ ഓർമ്മയിൽ മുഴുകണം, ബാബയുടെ മഹിമ പാടണം, അല്ലെ? ബാബയിൽ നിന്ന് ശക്തികളും ഗുണങ്ങളും നിറയ്ക്കണം. അല്ലെ? ഓരോരോ സോമാനങ്ങളും ബാബയുടെ അടുത്ത് നിന്നിരുന്ന് അഭ്യസിക്കണം. അങ്ങനെ ബാബയുടെ ഓർമ്മയിൽ ആ ബാബയുമായിട്ട്, ആ സോമാനവും ബാബയുമായിട്ട് കണക്ട് ചെയ്ത് നമ്മള് എന്താണ്, ഇപ്പൊ ഞാൻ ത്രികാലദർശിയായ ആത്മാവാണ്, അല്ലെ? ബാബ എനിക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നൽകി, എന്നെ ത്രികാലദർശിയാക്കി മാറ്റി. ബാബ ദിവസവും എനിക്ക് ജ്ഞാനത്തിന്റെ രത്നങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? ഈ ജ്ഞാനത്തിന്റെ രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടുകയാണ് ഞാനിപ്പോൾ ത്രികാലദർശിയായ ആത്മാവാണ്, അല്ലെ? അപ്പൊ ആ ജ്ഞാനത്തിന്റെ വെളിച്ചം ബാബ എന്നിലേക്ക് പകർന്നു തരികയാണ്. അങ്ങനെ നമ്മള്, അല്ലെ, ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യോഗം ചെയ്യണം. അല്ലാതെ സാക്ഷാത്കാരം ലഭിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ബാബയുടെ സാക്ഷാത്കാരം കിട്ടിയിട്ടും ഒരു കാര്യമില്ല. ഭക്തി മാർഗമേ സാക്ഷാത്കാർ ഹോത്താ ഹെ, ഉൻകാ കിത്ന ഗായൻ കർത്തേ ഹെ. അപ്പൊ ഭക്തി മാർഗത്തിലും സാക്ഷാത്കാരങ്ങൾ ലഭിക്കുന്നുണ്ട്, അല്ലെ? എത്രമാത്രം മഹിമയാണ് പാടുന്നത്. പരന്തു മിൽത്ത കുച്ച് ഭി നഹി, പക്ഷെ ഒന്നും തന്നെ ലഭിക്കുന്നില്ല.
शिव बाबा है ज्ञान का सागर, ब्रह्मा तो ज्ञान का सागर नहीं कहेंगे. शिव बाबा ജ്ഞാനസാഗരനാണ്. ബ്രഹ്മാവിനെ ജ്ഞാനസാഗരൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ശിവബാബയാണ് ജ്ഞാനസാഗരൻ, ബ്രഹ്മാവല്ല. तो ब्रह्मा को भी उनसे ज्ञान मिलता है. ശിവബാബയുടെ അടുക്കൽ നിന്നാണ് ബ്രഹ്മാവിന് ജ്ഞാനം ലഭിച്ചത്. ആജകൽ ശിവലിംഗ സബ്കെ ആകെ രഖ് ദേത്തെ ഹൈ. ഇന്നത്തെ കാലത്ത് ശിവലിംഗം എല്ലാവരുടെയും മുന്നിൽ വെക്കുന്നുണ്ട് അല്ലെ. അതായത് ബാബ പറയുന്ന ശിവലിംഗത്തിൽ പൂജയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. സമസ്തയെ കുറിച്ച് പിന്നെ എല്ലാ ദേവതകളെയും വെച്ചിട്ട് അതിന്റെ മുന്നിൽ ശിവലിംഗം വെക്കുന്നുണ്ട്. ബാബ പറയാണ് ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല. പൂജ കർത്തേ പരന്തു കോയി ബയോഗ്രഫി ബത്താൻ സക്കെ. എല്ലാവരും പൂജ ചെയ്യുന്നുണ്ട്, പക്ഷെ പൂജ ചെയ്യുന്ന പൂജാരിമാർക്ക് പോലും ശിവന്റെ ബയോഗ്രഫി എന്താണ്, ശിവന്റെ ജീവചരിത്രം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. ഇൻ ജ്ഞാനരത്നക്കോ സംജന സക്കെ. നമ്മൾ നൽകുന്ന ജ്ഞാനരത്നങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല. രത്ന ലേത്തെ ലേത്തെ കയ്യോക്കോ മായ ബന്ദർ ബനാ ദേത്തി. അല്ലെ, ചില കുട്ടികള് ജ്ഞാനരത്നങ്ങൾ ദിവസവും കേൾക്കുന്നു അല്ലെ, ജ്ഞാനരത്നങ്ങൾ ദിവസവും നേടുന്നു. പക്ഷെ രത്നങ്ങൾ ദിവസവും നേടി നേടി അവസാനം എന്ത് സംഭവിക്കുന്നു? ഇവിടെ ബാബ പറയാണ് രത്നങ്ങളെ സ്വീകരിച്ച് പിന്നെ എന്താവും? കൊരങ്ങനെ പോലെയായിട്ട് മാറുക. കുട്ടികളെ ബാബ ആരാക്കി മാറ്റുന്നു? മായ കൊരങ്ങനെ പോലെയാക്കി മാറ്റാണ്. കരുതേ ഹംകോ രത്ന നഹി ചായേ അല്ലെ. പിന്നെ എന്താ പറയാ? ഞങ്ങക്ക് രത്നങ്ങൾ വേണ്ട എന്ന് പറയുന്നു. ബാബ് കരുതേ മേ വൈകുണ്ഠയ്ക്ക് ബാദുഷാഹി ദേനെ ആയാ ഹും. ഇവിടെ ബാബ പറയാണ് കുട്ടികളെ വൈകുണ്ഠത്തിന്റെ ആ ചക്രവർത്തി പദവി നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തും പുരുഷാരത്കർ ആപ് സമാൻ ബനാവോ അല്ലെ. കുട്ടികളെ പുരുഷാർത്ഥം ചെയ്ത് എന്താണ് മറ്റുള്ളവരെയും ഈ വൈകുണ്ഠത്തിന്റെ ചക്രവർത്തി പദവി നേടാൻ യോഗ്യരാക്കി മാറ്റൂ. പൂജാരിയോ സേവി തും പൂജ് സക്തേ ഹോ കി യേ കോൻ ഹേ. പൂജാരിമാരോടും നിങ്ങൾക്ക് ചോദിക്കുവാൻ കഴിയും ഇത് ആരാണ്. ആയേ ആഗ് ലേനെ ഓർ മാലിക് ബൻ ബൈഠേ ഹേ. ബാബ പറയാണ് പൂജാരിമാരോട് ചോദിക്കാൻ സാധിക്കും അല്ലെ, ഇത് ആരാണ് എന്ന് ചോദിക്കാൻ സാധിക്കും. അവരെ പൂജിക്കുന്ന ആൾ ആരാണെന്ന് ചോദിക്കാൻ കഴിയും. ബാബ പറയാണ് ഇത്തിരി തീ മേടിക്കാനാണ് വന്നത് അല്ലെ. പൂജാരിയൊക്കെ ആണെങ്കിലും എന്താണ് ഇത്തിരി തീ മേടിക്കാനാ വന്നത്, പക്ഷെ അധികാരിയായിട്ട് ഇരിക്കുകയാണ്. കൊയ് പൂജാരിയോക്ക് ബുദ്ധി മേ അച്ചി രീതി ബൈഠ് ജാതാ ഹൈ. ചില പൂജാരിമാരോട് നമ്മൾ ഈ ജ്ഞാനം കൊടുത്താൽ നല്ല പോലെ അവരുടെ ബുദ്ധിയിൽ ഉറക്കുന്നുണ്ട്. ഹംബി പൂജാരി ദേ അവ പൂജ ബനേഹി അല്ലെ. ബാബ പറയാണ് ശരിക്കും നമ്മളുടെ കാര്യം അത് തന്നെയല്ലേ. നമ്മൾ എന്താണ് ഈശ്വരനോട് പറഞ്ഞേ? അങ്ങയുടെ ചരണങ്ങളില് ഒരു ധൂളിയാകണം അല്ലെ. അങ്ങനെ നമ്മൾ ഈശ്വരനെ ഓർമ്മിച്ച് അല്ലെ ആ ഭഗവാന്റെ ചരണങ്ങളിൽ സ്ഥാനം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വന്നത് അല്ലെ, ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ബാബ നമ്മളെ ആരാക്കി മാറ്റി അല്ലെ. അല്പം തീ മേടിക്കാൻ വന്ന അധികാരിയായിട്ട് ഇരിക്കാണ് അല്ലെ. കുട്ടികളെയും ബാബയുടെ മുഴുവൻ സ്വത്തിന്റെ അധികാരികളാക്കി മാറ്റിയില്ലേ. ഹംബി പൂജാരി ദേഹം അപ്പൊ പൂജ്യബനെ. നമ്മൾ പൂജാരികളായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ പൂജനീയരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി നാരായൺ പൂജ്യ കിസ് പുരുഷാരത് സെ ബനേഹി. ഈ ലക്ഷ്മി നാരായണൻ പൂജനീയ ദേവതകളായത് അവരേത് പുരുഷാർത്ഥം ചെയ്തത് കൊണ്ടാണ്. തും സംജാ സക്തേ ഹോ. ഇതെല്ലാം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ബാബ കഹത്തെ ഹേ ജഹാ മേരെ ഭഗത് ഹേ ഉൻകോ സംജാവോ. ബാബ പറയാണ് എവിടെയാണോ എന്റെ ഭക്തരുള്ളത് അവർക്ക് പോയി നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കൂ. അതായത് ശിവന്റെ ക്ഷേത്രങ്ങളിൽ പോകൂ. ഭക്ത ഹോങ്കെ ശിവക്കെ മന്ദിർമേ ലക്ഷ്മി നാരായൺ കെ മന്ദിർമേ. ഭക്തരുള്ളത് ശിവന്റെ ക്ഷേത്രത്തിലാണ്, ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിലാണ്. ജഗദംബാക്കെ മന്ദിർമേ ജാവോ. ജഗദംബയുടെ ക്ഷേത്രത്തിലേക്ക് ചെല്ലൂ. പൂജാരിയോക്കോ സംജാവോ. പൂജാരികൾക്ക് മനസ്സിലാക്കി കൊടുക്കൂ. ഓർ ഫിർ ഓരോക്കോ സംജായേ അല്ലെ. പൂജാരികൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കട്ടെ. പൂജാരി ബൈട്ട് ഇസ്കോ ജഗദംബ കാ ഓക്യുപ്പേഷൻ ബത്തായേ തോ സബ് ഖുഷ് ഹോ ജായേ. പൂജാരി ഭക്തർക്ക് ജഗദംബയുടെ കർത്തവ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എത്രമാത്രം അല്ലെ അവരെല്ലാം എത്രമാത്രം സന്തോഷിക്കും. ഉൻകോ കഹനാ ചാഹിയേ തും ഇൻ സബ് ബാത്തോं को समझो. അതുകൊണ്ട് പൂജാരിക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ല പോലെ മനസ്സിലാക്കി കൊടുക്കണം. तो तुम किसको बैठ इन देवताओं की जीवन कहानी बताएंगे तो तुमको बहुत पैसा मिलेंगे അല്ലെ. എന്നിട്ട് അവരോട് പറയണം നിങ്ങൾ ദേവതകളുടെ ജീവചരിത്രത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ധനം ലഭിക്കും എന്ന് അവരോട് പറയണം. ये भी समझा वही सकते हैं जो देही अभिमानी है.
പക്ഷെ ഈ ജ്ഞാനം മറ്റുള്ളവരോട് പറയണമെങ്കിൽ അല്ലെ നമ്മളും ആരാകണം? ആത്മാ അഭിമാനിയാകണം. അല്ലെ പൂജാരിമാരും നമ്മൾ കൊടുത്ത ജ്ഞാനം മറ്റുള്ളവരോട് പറയണമെങ്കിലേ അവരാരാകണം? ദേഹാഭിമാനിയാണെങ്കിൽ അവര് പറയോ? അവരോടുള്ള ദുരഭിമാനം ഉണ്ടെങ്കിൽ അവര് പറയില്ല. പക്ഷെ അവര് ആത്മാഭിമാനി ആയെങ്കിൽ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ദേഹാഭിമാനി തോ സാരാദിൻ ഏ ചായേ അല്ലെ ദേഹാഭിമാനികൾക്കാണ് ആർത്തി, അത്യാഗ്രഹം. അല്ലെ ദേഹാഭിമാനികൾ ദിവസം മുഴുവൻ ഞങ്ങൾക്ക് അത് വേണം, ഇത് വേണം, ഇത് വേണം, അത് വേണം എന്നുള്ള ആർത്തിയാണ്. ഹവജ് രഹത്തി ഹെ, അവർക്ക് എപ്പോഴും അത്യാഗ്രഹമാണ്. സ്റ്റുഡന്റ് കോ നോളജ് ചായേ. ബാബ പറയാണ് നമ്മൾ ഈശ്വരീയ വിദ്യാർത്ഥികളല്ലേ, നമുക്ക് അത്യാഗ്രഹം എന്തിലാ വേണ്ടത്? അല്ലെ ജ്ഞാനം ശ്രവിക്കുന്നതില് കൂടുതൽ കൂടുതൽ ബാബയുടെ ഈ ജ്ഞാനം കൂടുതൽ ശ്രവിക്കാനുള്ള, കൂടുതൽ അറിയാനുള്ള അത്യാഗ്രഹമാണ് വേണ്ടത്. അല്ലാതെ ദിവസം മുഴുവൻ ദേഹാഭിമാനികളാണ്, ആത്മാഭിമാനി ആകാത്തവരാണ് അല്ലെ ദിവസം മുഴുവൻ അത് വേണം, ഇത് വേണം, ഇത് വേണം, അത് വേണം എന്ന് യാചിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡന്റ് को तो नॉलेज की हवज होनी चाहिए, मैं पास तो ഓണർ को जाऊं, ഞാൻ അല്ലെ ബഹുമതിയോടെ പാസ്സാകും അല്ലെ, അതുകൊണ്ട് ജ്ഞാനത്തില് വളരെ പ്രവീണരാകണം, എനിക്ക് ബഹുമതിയോടെ പാസ്സാകണം എന്നുള്ള ലഹരി വേണം. ഏകെ പഠായിക്ക ലക്ഷ്യം, ഇത് പഠിപ്പിന്റെ ലക്ഷ്യമാണ്. രാമക്കെ രാജകോബി സമझना है, രാമ കോയി ലംബ നഹി ഹെ. ഈ ഡ്രാമയുടെ രഹസ്യം കുട്ടികൾ മനസ്സിലാക്കണം. ഈ ഡ്രാമ എന്ന് പറയുന്നത് ഒത്തിരി നീളമുള്ളതൊന്നുമല്ല. പരന്തു ശാസ്ത്രമേ എനിക്ക് ആയു ലംബി ലിഖതി ഹെ, പക്ഷെ ശാസ്ത്രങ്ങളില് ഇതിന്റെ ആയുസ് വളരെ നീളത്തിൽ കാണിച്ചിരിക്കുകയാണ്. ഏ സബ് ബുദ്ധിമേ ആനാ ചാഹിയെ, ഇതെല്ലാം നമ്മളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. സർവീസ് തോ ബഹുത് ഹെ, കോയി കർക്കെ ദിക്കായി, സേവനം ഒരുപാടുണ്ട്, അത് ചെയ്ത് കാണിക്കണം. ബാബ്സെ കോയി കൃപ തോടി മാങ്ക് ജാതി ഹെ, ബാബ പറയണ ബാബയോട് അല്ലെ ആരെങ്കിലും കൃപ ചോദിക്കുമോ? അല്ലെ എനിക്ക് എന്നോട് കൃപ കാണിക്കണേ ബാബ എന്ന് പരമാത്മാവിനോട് പറയാൻ പറ്റുമോ? कहते हैं ഭഗവാൻ ബച്ചാദോ പുലിക്ക് വൃത്തി ഹോഗി. അല്ലെ ഭക്തിയിലാണല്ലോ ഇതെല്ലാം പറയുന്നത്. ഭഗവാനെ എനിക്ക് കുട്ടിയെ നൽകും, കുലത്തിന്റെ വൃദ്ധി ഉണ്ടാകണം എന്ന് പറയും. അരെ ബാബ് തോ അപ്നെ കുലിക്ക് വൃദ്ധി കർ രഹേ ഹെ, ബാബ പറയാണ് ഇവിടെ ബാബ തന്റെ കുലത്തിന്റെ വൃദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തോ ഈ സമയം ദേവതാ കുലിക്ക് വൃദ്ധി ഹോ രഹി ഹെ, ഈ സമയത്ത് ദേവതാ കുലത്തിന്റെ വൃദ്ധിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഭി ഈശ്വരീയ കുലിക്ക് വൃദ്ധി ഹോത്തി ഹെ, ഇപ്പോൾ ഈശ്വരീയ കുലത്തിന്റെ വൃദ്ധി നടന്നുകൊണ്ടിരിക്കുകയാണ്. തുമ്പി ഈശ്വരീയ സന്താന ഹോ, നമ്മൾ കുട്ടികൾ ആരാണ്? ഈശ്വരീയ സന്താനങ്ങളാണ്. ബാബ് സംജാത്തെ ഹെ യേ സബ് ഇച്ഛായെ ചോട് ഏക് ബാപ് കോ യാദ് കരെ. ബാബ പറയാണ് കുട്ടികൾ എല്ലാ ഇച്ഛകളും ഉപേക്ഷിച്ചു, എല്ലാ ഇച്ഛകളും ഉപേക്ഷിച്ച് ഒരേ ഒരു ബാബയെ ഓർമ്മ. ബന്ധൻ ആദി ഹെ യേ സബ് കർമ്മ കാ ഹിസാബ് ഹെ, എന്തെല്ലാം ബന്ധനങ്ങൾ ഉണ്ടോ അതെല്ലാം കർമ്മത്തിന്റെ കണക്കുകളാണ്. ബാബക്കോ ദേക്കോ കിത്തന ബന്ധന അല്ലെ, ബാബയ്ക്ക് നോക്കൂ എത്ര ബന്ധനങ്ങളാണ്. കിത്തനെ ബച്ചോ കെ കയാലത്തെ അല്ലെ, ബാബയ്ക്ക് എത്ര കുട്ടികളെ കുറിച്ച് ചിന്തിക്കണം. കിത്തനെ കിട്പിട്ട് ഹോത്തി ഹെ, കിത്തനെ നിന്ദ കർത്തെ ഹെ അല്ലെ, എന്തെങ്കിലുമൊക്കെ ചില്ലറ പ്രശ്നങ്ങള് അല്ലെ, പിന്നെന്താണ് എന്തുമാത്രം നിന്ദയാണ്. അപ്പല്ലേ നിന്ദയും ഇൻസൾട്ടൊക്കെ കേൾക്കേണ്ടി വരുന്നു. ഈ സർവീസ് കർണ സഹജിയെ, സർവീസ് കർണ ബഹുത് മുഷ്കിൽ അല്ലെ. കുട്ടികളുടെ സംസ്കാരങ്ങളുടെ ഉരുസലുകളല്ലേ ഉണ്ടാവുന്നത്, ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ബാബ പറഞ്ഞു ഡിസർവീസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഡിസർവീസ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ്, സർവീസ് ചെയ്യാനാണ് വളരെ പ്രയത്നകരമായിട്ടുള്ളത്. ഏക് ഖറാബ് ഹോത്താ ഹേ തോ 10-20 ഖറാബ് കർ ദേത്തെ ഹെ അല്ലെ. ഒരാള് ചീത്തയായാൽ എന്ത് ചെയ്യും? അവരെ 10-20 പേരെ ചീത്തയാക്കും. ഒരാള് ചീത്തയാകുമ്പോ സ്വയം ചീത്തയായിട്ട് പോവല്ല, പിന്നെ എന്ത് ചെയ്യും? 10-20 പേരും കൂടി ചീത്തയാക്കും. ബാക്കി 5-8 നിക്കലത്തെ ബടി മെഹനത് സെ അല്ലെ. ഒരു 5 കുട്ടികൾ 8 കുട്ടികൾ ഉണ്ടാകുന്നത്, ബാബയുടെ മക്കളായിട്ട് മാറുന്നത്, ബ്രാഹ്മണനാകുന്നത് എത്ര പരിശ്രമകരമായ കാര്യമാണ്. അവര് ബ്രാഹ്മണനാക്കാൻ നമ്മൾ എത്ര പാടുപെടുന്നു, പക്ഷെ അവരെ ചീത്തയാക്കാൻ വളരെ എളുപ്പമാണ്. കൈ സെന്റേഴ്സ് पर आते भी रहते हैं, फिर काला मुंह भी करते रहते हैं. ചില കുട്ടികള് സെന്ററിൽ എപ്പോഴും വരും, എന്നും വരും, പക്ഷെ മുഖം കറുപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലെ, വികാരങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ऐसे ബന്ദർ ബുദ്ധി വായുമണ്ഡൽ കോ ഖറാബ് കർത്തെ ഹെ, അങ്ങനെയുള്ള കുരങ്ങ് ബുദ്ധിയുള്ള കുട്ടികള് വായുമണ്ഡലത്തിനെ ചീത്തയാക്കുന്നു. ऐसों को ये तो बिठाते क्यों हो, അങ്ങനെയുള്ള കുട്ടികളെ ഇവിടെ എന്തിനാണ് ഇരുത്തുന്നത്? ബാബ ചോദിക്കാൻ എന്തിനാണ് അങ്ങനെയുള്ള കുട്ടികളെ ഇവിടെ ഇരുത്തുന്നത്? കലാമോ കിയ ഉൻകാ അസർ ബഹുത് സമയ ചലതാ,
അല്ലെ വികാരങ്ങളിലേക്ക് പോയി മുഖം കറുപ്പിച്ചു എങ്കിൽ അതിന്റെ ആ എഫക്റ്റ് വളരെ സമയം ഉണ്ടായിരിക്കും. ബാബ പറയാണ് വികാരങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ നീണ്ട സമയം ഉണ്ടാകും. രജിസ്റ്റർ से मालूम चला जाता है 4-5 वर्ष आकर फिर आना बंद कर दिया. രജിസ്റ്റർ നോക്കിയാൽ അറിയാൻ പറ്റും 4-5 വർഷം ആ കുട്ടികൾ ബാബയുടേതായി മാറി, എന്നിട്ട് അവര് വരവ് സ്റ്റോപ്പ് ചെയ്തു. ബാബ समझाते हैं ऐसे करने से तुम राजाई पद पा नहीं सकते. അല്ലെ ബാബ മനസ്സിലാക്കി തരികയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രാജ്യ പദവി പ്രാപ്തമാക്കാൻ സാധിക്കില്ല. ഇന്ദ്രപ്രസ്ഥയ്ക്ക് കഹാനി ബി ഹെ പത്തർ ബൻ ഗയെ. ബാബ പറയുന്ന അങ്ങനെയുള്ള കുട്ടികളാണ് ആരായി തീരുന്നത്? കല്ല് ബുദ്ധികളായിട്ട് മാറുന്നത്. ഇന്ദ്രപ്രസ്ഥത്തിലെ കഥ അതാണ് അല്ലെ. അഹല്യൊക്കെ കല്ലായി എന്ന് പറയുന്നില്ലേ, കല്ല് ബുദ്ധികളാകുന്നത്. തുമ്പി പത്തർ ബുദ്ധി ബൻ പടേങ്കെ. അല്ലെ നിങ്ങളും ഇതുപോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരാകും? കല്ല് ബുദ്ധികളായിട്ട് മാറും. പാരസ് ബന്നഹി സക്കെങ്കെ. അല്ലെ പവിഴ ബുദ്ധിയുള്ളവരാകാൻ സാധിക്കില്ല. ഫിർബി പുരുഷാരത് നഹി കർത്തെ യേ ഭി ഡ്രാമ മേ നോദേ. എന്നിട്ടും കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുന്നില്ല. അല്ലെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതും പുരുഷാർത്ഥഹീനരായിട്ട് കുട്ടികൾ മാറുന്നതും ഡ്രാമയില് ഫിക്സഡ് ആണ്. രാജധാനിയുമേ നമ്പർ വാർ ചായി. ഒരു രാജധാനിയില് നമ്പർ വാർ ആയിട്ടാണ് കുട്ടികള്. നൗക്കർ ചണ്ടാൽ ആദി സബ് ചായി. രാജധാനിയിൽ ആര് വേണം? വേലക്കാര് വേണം, ദാസദാസികള് വേണം, അല്ലെ പിന്നെ ക്ഷമ ചുമക്കുന്നവര് വേണം, ഇതൊക്കെ ആവശ്യമാണല്ലോ. അച്ഛാ मीठे मीठे सिक्के लदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप के रूहानी बच्चों को नमस्ते. रूहानी बच्चों के रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, लौकिक सब इच्छाएं छोड़ ईश्वरीय कुल की वृद्धि करने में मददगार बनना है. ലൗകികത്തിലെ എല്ലാ ഇച്ഛകളും ഉപേക്ഷിച്ച് ഈശ്വരീയ കുലത്തിന്റെ വൃദ്ധി ഉണ്ടാക്കുന്നതിൽ സഹയോഗിയാകണം. അപ്പൊ ലൗകികത്തിന്റെ സർവ്വ ഇച്ഛകൾ, ലൗകികമായ ഇച്ഛകൾ നമുക്ക് പാടില്ല. ലൗകികമായ എല്ലാ ഇച്ഛകളും ഉപേക്ഷിച്ച് ഈശ്വരീയ കുലത്തിന്റെ വൃദ്ധി ഉണ്ടാക്കുന്നതിൽ സഹയോഗിയാകണം. ഒരു ഡിസർവീസിന്റെ കാര്യങ്ങളും ചെയ്യരുത്. कोई भी डिसर्विस का काम नहीं कर. ഒരു ഡിസർവീസിന്റെ കാര്യങ്ങളും ചെയ്യരുത്. सेकंड पॉइंट, लेन देन का कनेक्शन एक बाप से रखना, किसी देहदारी से नहीं. കൊടുക്കലും വാങ്ങലിന്റെ കണക്ഷൻ ഒരു ബാബയോട് വെക്കണം, ഒരു ദേഹദാരികളുമായി വെക്കരുത്. കൊടുക്കലും വാങ്ങലിന്റെ കണക്ഷൻ ഒരു ബാബയോട് വെക്കണം, ഒരു ദേഹദാരികളുമായി വെക്കരുത്. वरदान, चारों ओर की हलचल के समय अव्यक्त स्थिति अशरीरी बनने का अभ्यास द्वारा विजयी भव. നാനാ ഭാഗത്തുമുള്ള ഉലച്ചിലിന്റെ സമയത്ത് അവ്യക്ത സ്ഥിതിയുടെ അഭ്യാസത്തിലൂടെ വിജയീ ഭവ. നാനാഭാഗത്തുമുള്ള ഉലച്ചിലിന്റെ സമയത്ത് അവ്യക്ത സ്ഥിതിയുടെ അശരീരിയാകുന്നതിന്റെ അഭ്യാസത്തിലൂടെ വിജയീ ഭവ. लास्ट समय में चारों ओर शक्तियों का प्रकृति का हलचल और आवाज होगा. अंतिम സമയത്ത് നാനാഭാഗത്തും വ്യക്തികളുടെയും പ്രകൃതിയുടെയും ഉലച്ചിലുകളും
ശബ്ദങ്ങളും കേൾക്കാം, ശബ്ദങ്ങളും ഉണ്ടാകുന്ന ചില എല്ലാം ഭൂകമ്പത്തിന്റെയൊക്കെ ശബ്ദം, പ്രകൃതി ഉലച്ചിലുകളുടെ ശബ്ദം, വ്യക്തികളുടെ നിലവിളികളുടെ ശബ്ദം, അങ്ങനെയുള്ള ശബ്ദങ്ങളും ഉണ്ടാകാം. ഉലച്ചിലുകളും ശബ്ദങ്ങളും ഉണ്ടാകും, ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകും. നിലവിളിക്കുന്നതിന്റെ ചില്ലാനേക്ക ഇലാനേക്ക വായുമണ്ഡലം പോകാം. നിലവിളിക്കുന്നതിന്റെ ഉലച്ചിലിന്റെ വായുമണ്ഡലം ഉണ്ടാകും. നിലവിളിക്കുന്നതിന്റെ നിലവിളികളുടെ ഉലച്ചിലിന്റെ വായുമണ്ഡലം ഉണ്ടാകും. ऐसे समय पर सेकंड में अव्यक्त फरिश्ता सो निराकारी अशरीरी आत्मा को ये अभ्यासी विजयी बनाएगा. ആ സമയത്ത് സെക്കൻഡിൽ അവ്യക്ത മാലാഖയിൽ നിന്നും നിരാകാരി അശരീരി ആത്മാവാണ് ഞാൻ. സെക്കൻഡിൽ അവ്യക്ത മാലാഖയിൽ നിന്നും നിരാകാരി അശരീരി ആത്മാവാണ് ഞാൻ. ഈ അഭ്യാസമാണ് വിജയിയാക്കി മാറ്റുന്നത്. ഈ അഭ്യാസമാണ് വിജയിയാക്കി മാറ്റുന്നത്. इसलिए बहुत समय का अभ्यास हो कि मालिक बन जब चाहे मुख द्वारा साज बजाए, चाहे तो कानों द्वारा सुने, फिर नहीं चाहे तो सेकंड में स्टॉप कर यही अभ्यास सिमरनी अर्थात विजय माला में ले जाएगा. അതുകൊണ്ട് വളരെ സമയത്തെ അഭ്യാസം വേണം. വളരെ സമയത്തെ അഭ്യാസം വേണം. അധികാരിയായി മുഖത്തിലൂടെ ജ്ഞാനത്തിന്റെ മ്യൂസിക് മുഖത്തിലൂടെ ജ്ഞാനത്തിന്റെ മ്യൂസിക് ചെയ്യാം, പാടാം. കാതുകളിലൂടെ കേൾക്കാം, ആഗ്രഹിക്കുമ്പോൾ കാതുകളിലൂടെ കേൾക്കാം, ആഗ്രഹിക്കുമ്പോൾ മുഖത്തിലൂടെ അല്ലെ മറ്റുള്ളവർക്ക് സംഗീതം പോലെ മധുരമായി ജ്ഞാനം നൽകാം. ഇനി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അശരീരി സ്ഥിതിയിലിരിക്കാം. അപ്പൊ ഈ അഭ്യാസം വിജയമാലയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ്. ഈ അഭ്യാസം നമ്മെ വിജയമാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സ്ലോഗൻ: പുരുഷാർത്ഥത്തെ തീവ്രമാക്കണമെങ്കിൽ അലസതയുടെ ലൂസ് സ്ക്രൂവിനെ ടൈറ്റ് ചെയ്യണം. പുരുഷാർത്ഥത്തിനെ തീവ്രമാക്കണമെങ്കിൽ അലസതയുടെ ലൂസ് സ്ക്രൂ ടൈറ്റ് ചെയ്യും. അലസതയുടെ ലൂസ് സ്ക്രൂ അശ്രദ്ധ ലൂസ് സ്ക്രൂ ടൈറ്റ് ചെയ്യും. പുരുഷാർത്ഥത്തിൽ നമ്മൾ അലസരാകുമ്പോഴാണല്ലോ പുരുഷാർത്ഥഹീനരാകുന്നു. ലൗലീൻ സ്ഥിതിയുടെ അനുഭവം ചെയ്യും. आदिकाल अमृत वेले अपने दिल में परमात्म प्यार को संपूर्ण रूप से धारण कर लो. ആദികാലമായ അമൃതവേളയിൽ തന്റെ ഹൃദയത്തിൽ പരമാത്മാ സ്നേഹത്തെ സമ്പൂർണ്ണ രൂപത്തിൽ ധാരണ ചെയ്യും. അപ്പൊ ആദികാലമായ അമൃതവേളയിൽ തന്റെ ഹൃദയത്തിൽ ആ പരമാത്മാ സ്നേഹ സമുദ്രത്തെ സമ്പൂർണ്ണ രൂപത്തിൽ ധാരണ ചെയ്യും. अगर दिल में परमात्म प्यार, परमात्म शक्तियां, परमात्मा ज्ञान फुल होगा तो कभी और किसी भी तरफ लगाओ वह स्नेह जान ही सकता. അല്ലെ ബാബ പറയാണ്, നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാ സ്നേഹം, പരമാത്മാ ശക്തികൾ, പരമാത്മാ ജ്ഞാനം പൂർണ്ണമായിട്ടും ഉണ്ടെങ്കിൽ, ആ സമുദ്രത്തെ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സാകുന്ന ഹൃദയമാകുന്ന കുടത്തിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ ഹൃദയത്തിലെ പരമാത്മാ സ്നേഹം,
പരമാത്മ ശക്തികൾ, പരമാത്മജ്ഞാനം ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഭാഗത്തേക്കും അല്ലെ ഒരു വ്യക്തികളിലേക്കും നമ്മുടെ അറ്റാച്ച്മെന്റ്, നമ്മുടെ സ്നേഹം ഇതിന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യകാലത്തിൽ അമൃതവേളയിൽ തന്റെ ഹൃദയത്തിൽ പരമാത്മ സ്നേഹത്തെ സമ്പൂർണ്ണ രൂപത്തിൽ ധാരണ ചെയ്യും. ബാബ വരദാനത്തിൽ പറഞ്ഞത് ഇതാണ്: നാനാഭാഗത്തുമുള്ള ഉലച്ചിലുകളുടെ സമയത്ത് അവ്യക്ത സ്ഥിതി അഥവാ അശരീരിയാകാനുള്ള അഭ്യാസത്തിലൂടെ വിജയിക്കൂ. അതായത് അന്തിമ സമയത്ത് നാനാഭാഗത്തും വ്യക്തികളിലൂടെയും പ്രകൃതിയിലൂടെയും ഉലച്ചിലുകളും നിലവിളികളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാകും. ബാബ പറയണ ഒരുപാട് നിലവിളികള് നമുക്ക് കേൾക്കാൻ കഴിയും അല്ലെ. ആകെ ഉലച്ചിലിന്റെ പ്രകൃതിക്ഷോഭങ്ങളല്ലേ, ഉലച്ചിലിന്റെ വായുമണ്ഡലമായിരിക്കും. ആ സമയത്ത് സെക്കൻഡിൽ അവ്യക്ത മാലാക അല്ലെ എന്താ അഭ്യസിക്കണ്ടേ? ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അവ്യക്ത മാലാക എന്ന് അഭ്യസിക്കുക. അവ്യക്ത മാലാകയിൽ നിന്ന് ആരാക? ആ പ്രകാശ ശരീരത്തിൽ നിന്നും വേറിട്ട് നമ്മൾ അശരീരി ആത്മാവാണെന്ന് അഭ്യസിക്കാം അല്ലെ. നിരാകാരി അശരീരി ആത്മാവാണെന്ന് അഭ്യസിക്കാം. അപ്പോ ബാബ പറയുന്നത് അങ്ങനെയുള്ള സമയത്ത് സെക്കൻഡിൽ നമ്മള് അതായത് നമ്മൾ നേരത്തെ കുട്ടി അഭ്യസിച്ചിരിക്കണം. കലയെക്കുട്ടി വളരെ കാലത്തിന്റെ അഭ്യാസം നമുക്ക് വേണം. അതായത് ഞാൻ അവ്യക്ത മാലാഖയാണ്, അവ്യക്ത മാലാഖയിൽ നിന്നും നിരാകാരി അശരീരി ആത്മാവാണ് ഞാൻ. അപ്പൊ ഈ ശരീരത്തിന് വേറിട്ടിരിക്കാൻ നമ്മൾ എത്രത്തോളം അഭ്യസിച്ചിട്ടുണ്ട്, എത്രത്തോളം നിരാകാരി അശരീരി ആത്മാവാണ് ഞാൻ അഭ്യസിച്ചിട്ടുണ്ട് അല്ലെ. അവ്യക്ത മാലാഖയുടെ അഭ്യാസം ചെയ്തിട്ടുണ്ട്. ബാബ പറയുന്നത് ഈ അഭ്യാസമാണ് നമ്മളെ വിജയിയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് വളരെ സമയത്തിന്റെ അഭ്യാസം നമുക്ക് വേണം. അപ്പോൾ അധികാരിയായി അല്ലെ നമുക്ക് എപ്പോൾ ആഗ്രഹിക്കുന്നു നമ്മുടെ മുഖത്തിലൂടെ ജ്ഞാനത്തിന്റെ സംഗീതം പാടാം അല്ലെ. എപ്പോൾ ആഗ്രഹിക്കുന്നു കാതിലൂടെ നമുക്ക് ബാബയുടെ ആ മുരളി ഗാനം കേൾക്കാം. ഇനി എപ്പോൾ ആഗ്രഹിക്കുന്നു അല്ലെ നമ്മുടെ കർമ്മങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നമുക്ക് ആ ശരീര സ്ഥിതിയുടെ അഭ്യാസം ചെയ്യാം. ബാക്കി എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പ് ഇടാം. അപ്പൊ ബാബ പറയാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് വിജയമാലയിലേക്ക് വരുവാൻ കഴിയുന്നത്. തീവ്രമായി പുരുഷാർത്ഥം ചെയ്യണമെങ്കിൽ അശ്രദ്ധ, അലശ്രദ്ധ, ഈ ലൂസ് സ്ക്രൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? ടൈറ്റ് ചെയ്യണം. ഇത് അലസത പാടില്ല. പിന്നെന്താ പറഞ്ഞത്? പരമാത്മാ സ്നേഹ സമുദ്രം ഹൃദയത്തിലേക്ക് നിറച്ചു. പരമാത്മാ സ്നേഹവും പരമാത്മ ശക്തികളും പരമാത്മ ജ്ഞാനവും നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അല്ലെ ഈ രാവണ രാജ്യത്തിലേക്ക് നമ്മുടെ മനസ്സ് പോവുകയില്ല. ഇവിടെയുള്ള വൈഭവങ്ങളിലോ വ്യക്തികളിലോ ഒന്നിലേക്കും നമ്മുടെ മനസ്സിനെ ആകർഷിക്കപ്പെടാൻ കഴിയില്ല. അതിന്റെ ആദ്യകാലമായ അമൃതവേളയില് ഭാവിയിൽ നിന്ന്